കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇന്നും അത് തന്നെ തുടരുവാൻ താല്പര്യപ്പെടുന്നു. എനിക്കൊന്ന് ഞാൻ സീരീസ് 2-3 പ്രാവശ്യം ഇവിടെ എടുത്തിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചേർക്കുവാനുണ്ട്. നമ്മളൊരു അന്ത്യകാലത്തേക്ക് വന്നിരിക്കുകയാണ്. കൂടെ ചിന്തിക്കാൻ കൊള്ളാവുന്നൊരു വിഷയം. കഴിഞ്ഞ ആഴ്ച ഇവിടെ ഒരു പാട്ട് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടാണ് 1.5 മിനിറ്റ് ഒരു പാട്ട് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. ആ പാട്ട് കംപ്ലീറ്റ് അല്ലെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ അതിനേക്കാൾ കൂടുതൽ ദീർഘമായത് അതേ പാട്ട് തന്നെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ എവിടെയോ നഷ്ടപ്പെട്ടു. അതൊന്നുകൂടെ തിരിച്ചു കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി അത് നോക്കാൻ ഒരു കാരണമുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച സർവീസ് കഴിഞ്ഞ് മടങ്ങി ചെന്നപ്പോൾ എൻ്റെ പേർക്ക് മേ ബി തിങ്കളാഴ്ച ആയിരിക്കാം, ഒരു കർത്താവിൻ്റെ ദാസന് ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. TPM ദി പെന്തക്കോസ്റ്റ് മിഷ്യൻ്റെ കൊട്ടാരക്കര കൺവെൻഷനിൽ ഏതോ ഒരു ദൈവദാസൻ എടുത്ത ഏതാണ്ട് 1.5 മണിക്കൂറുള്ള ഒരു നീണ്ട മെസ്സേജാണ്. ഓക്കെ, അതിനകത്ത് ഇത്ര മിനിറ്റ് മുതൽ ഇത്ര മിനിറ്റ് വരെ 2-3 മിനിറ്റ് ശ്രദ്ധിക്കണം എന്ന് അദ്ദേഹം എടുത്തെഴുതിയിരുന്നു. മെസ്സേജ് ഈസ് ഗുഡ്, അത് മോശമെന്നല്ല. എന്നാൽ ആ ഭാഗം ഒന്ന് പ്രത്യേകിച്ച് ചിന്തിക്കണമെന്ന്, എടുത്ത് കാണണമെന്ന് പറഞ്ഞു. ഞാൻ ആ ഭാഗം എടുത്ത് കണ്ടു. ആ ഭാഗം എടുത്ത് കണ്ടപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: കൊട്ടാരക്കര സ്വദേശിയായ ഒരു മനുഷ്യൻ, വിദ്യാഭ്യാസം തീരെയില്ല, അധികം മീറ്റിങ്ങുകളിൽ പോകാനും പങ്കെടുക്കാനും അദ്ദേഹത്തിന് കഴിയുന്നില്ല, എങ്കിലും കഴിവുള്ളിടത്തോളം ഭക്തിയിൽ തൻ്റെ ജീവിതം നയിക്കണം എന്നാഗ്രഹിച്ച ഒരാൾ ഒരു ദിവസം വൈകിട്ട് കിടന്നുറങ്ങുമ്പോൾ ഒരു ദർശനത്തിൽ ദൈവം അദ്ദേഹത്തോട് ഇടപെട്ടു. എൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് നിനക്കറിയാമോ എന്ന് ചോദിച്ചു. അറിയാം എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നീ സാധാരണ പാടുന്ന പാട്ടുകൾ ഒഴിവാക്കി പ്രത്യാശയുടെ പാട്ടുകൾ പാടുക എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പ്രൊജക്റ്റ് ചെയ്ത അതേ പാട്ട്, ലക്ഷോപലക്ഷം ദൂതക സേവിതരിത എന്ന പാട്ട് അദ്ദേഹത്തിന് പാടി കേൾപ്പിച്ചു കൊടുത്തു. അദ്ദേഹത്തിന് പാട്ട് അറിയാൻ വയ്യാഞ്ഞതുകൊണ്ട് മറ്റെവിടെയോ പോയി ആ പാട്ട് വാങ്ങിച്ച് പിന്നെ അത് വാങ്ങി പഠിച്ചു എന്ന് പറഞ്ഞു. ആ പാട്ടിനെ കുറിച്ചുള്ള ഒരു തൃപ്തി ഒരു പ്രാവശ്യം കൊണ്ട് എൻ്റെ അകത്തുണ്ടായി. യേശുവിൻ്റെ മടങ്ങിവരവ് വേഗത്തിൽ നടക്കുമെന്നും ആളുകൾ ഉണരണമെന്നും കൂടെ ഓരോ തലമുറയിലും പല പ്രാവശ്യം കാലാകാലങ്ങളിൽ ദൈവം ഓർമ്മിപ്പിക്കാറുണ്ട്. അത് ദൈവത്തിൻ്റെ പതിവാണ്, അത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. കാര്യം നമ്മളതിനെ ഓർത്തിരിക്കാൻ കർത്താവ് താല്പര്യപ്പെടുന്നുണ്ട്. അതിലതൊരു പുതുമയല്ലെങ്കിലും ഈ ഒരു പാട്ട് പുത്തനായിരുന്നു. കഴിഞ്ഞ രാത്രിയിൽ എനിക്ക് വന്ന് കുറേ സമയമെടുത്ത് എൻ്റെ പഴയ മെസ്സേജുകൾ പലതും സേവ് ചെയ്തിട്ടിട്ടുണ്ട്. ഞാനതെല്ലാം ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനതെല്ലാം തന്നെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ പാട്ട് എനിക്ക് കിട്ടിയില്ല. എന്നാൽ ഒരുപാട് പഴയ മെസ്സേജുകൾ വീണ്ടും ആവർത്തിക്കപ്പെട്ടു. അതെല്ലാം എൻ്റെ ഓർമ്മ വന്നു. ഞാൻ ഈ വിഷയങ്ങൾ ഒരുപാട് പ്രാവശ്യം എടുത്തതാണെന്ന് എനിക്കറിയാം. എന്നിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച കർത്താവേ, രാവിലെ ഇന്ന് രാത്രിയിലെ പാട്ട് ഒന്നുകൂടെ കിട്ടിയായിരുന്നെങ്കിൽ അതിനെക്കുറിച്ചൊരു കൂടുതൽ താല്പര്യം, അതുകൊണ്ട് അത് ഒരു പ്രാവശ്യം കൂടെ ചർച്ചിനകത്ത് കൊടുക്കാമായിരുന്നല്ലോ എന്നിങ്ങനെ ഓർത്തു. നമുക്ക് പാടാം, ഇല്ലെന്നല്ല. രാവിലെ ഞാൻ എൻ്റെ കമ്പ്യൂട്ടർ സഹോദരന്മാരെ കുഞ്ഞുങ്ങൾ വന്ന് എടുത്തുകൊണ്ട് പോരും. അത് കൊണ്ടുപോരുന്ന 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്കൊരാൾ 6 മിനിറ്റ് അതേ പാട്ട് തന്നെ ഇട്ടു തന്നു. എനിക്കൊന്ന് സമയം ഡിട്രോയിറ്റിൽ നിന്നായിരിക്കണം ആ പാട്ട് ഇട്ടു തന്നത്. ഞാനത് പെട്ടെന്ന് സ്റ്റാൻലിക്ക് അയച്ചു കൊടുത്ത് പറഞ്ഞ, സ്റ്റാൻലി ഒക്കുമെങ്കിൽ ഇത് ലാസ്റ്റ് സ്റ്റാൻസിയായിട്ട് നമ്മുടെ ലാസ്റ്റ് സ്ലൈഡായിട്ട് ചേർക്കണം. ചേർത്തിട്ടുണ്ട് 6 മിനിറ്റ്. അതുകൊണ്ട് 6 മിനിറ്റ് കവർ ചെയ്ത് അത്രയും കുറച്ച് സമയം മാത്രമേ ഞാൻ മെസ്സേജ് എടുക്കത്തുള്ളൂ. ഇന്നത്തെ മെസ്സേജിൽ 2 സബ്ജക്റ്റ് വളരെ ഗൗരവമായി ഊന്നാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, നമ്മൾ വന്നിരിക്കുന്ന അന്ത്യകാലമാണ് എന്നുള്ളത് ഓർക്കുക, യേശുവിൻ്റെ വരവ് അടുത്തു എന്ന്. രണ്ടാമത്, യേശുവിൻ്റെ രക്തം നമ്മിൽ ഓരോരുത്തരിലും വരുത്തുവാൻ സാധ്യതയുള്ളതായ വ്യത്യസ്ത റിയാക്ഷനുകൾ, നമ്മുടെ ജീവിതത്തിൽ പല റിയാക്ഷനുകൾ വരാം. ഈ 2 വിഷയം ഓർപ്പിക്കണം. കൂട്ടത്തിൽ അഭിഷക്തനായൊരു ദൈവപൈതൽ എന്നും ശത്രുവിൻ്റെ മുമ്പിൽ അല്ലെ ലോകത്തിൻ്റെ മുമ്പിൽ ഒരു പരിഹാസപാത്രമായേക്കാം. കപ്പ് ഓഫ് ഇൻടോക്സിക്കേഷൻ എന്ന പദമാണ് ബൈബിൾ പ്രധാനമായും ഉപയോഗിച്ചത്, ഒറിജിനൽ സ്ക്രിപ്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഒരു ലഹരിയുടെ പാത്രമായി ആളുകൾ കൊണ്ടു നടക്കും. അവനെ കാണുന്നവനൊക്കെ ലഹരി പിടിച്ച പോലെ തോന്നും. ഈ ആശയങ്ങളിലൂടെയാണ് പോകാൻ ഞാൻ താല്പര്യപ്പെടുന്നത്. കർത്താവായ യേശു മടങ്ങി വരും എന്നതിൻ്റെ ഉറപ്പ് നിങ്ങളുടെ മുമ്പിൽ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ആഴ്ചത്തതിൻ്റെ കണ്ടിന്യൂവേഷൻ കിട്ടാൻ വേണ്ടി മാത്രം. പഴയ നിയമത്തിൽ 1527 പ്രാവശ്യവും പുതിയ നിയമത്തിൽ 1845 പ്രാവശ്യവും യേശുവിൻ്റെ വരവിനെ സൂചിപ്പിക്കുന്നുണ്ട്. 200 കോടിയിലധികം ആളുകൾ വിശ്വസിക്കുന്ന പുസ്തകമാണ് ബൈബിൾ.
390 കോടിയിലധികം ബൈബിളുകൾ വിറ്റഴിഞ്ഞ പുസ്തകമാണ് ബൈബിൾ. ബുക്ക് ഓഫ് ദ ബുക്സ് എന്നതിനെ വിളിക്കുന്നു. ഇതിനേക്കാൾ കൂടുതൽ പ്രാചാര്യമുള്ള ഒരു ബുക്ക് ഭൂമിയിൽ വേറെയില്ല. ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാന വിഷയവും ഈ കോടി 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 ജനങ്ങൾ വിശ്വസിക്കുന്നതും യേശു സത്യമായി മടങ്ങി വരും എന്ന് തന്നെയാണ്. എന്തിനു വേണ്ടിയാണ് വരുന്നത്? ഒന്ന്, തൻ്റെ സഭയെ ചേർക്കുവാൻ. ഞാനിത് ഇംഗ്ലീഷിൽ കൂടെ ഇട്ടിട്ടുണ്ട്. ഇംഗ്ലീഷിൽ കൂടെ ഇട്ടതുകൊണ്ട് കുഞ്ഞുങ്ങൾ ദയവായി വേഗത്തിൽ ഒന്ന് നോക്കിക്കോണം. വെളിപ്പാട് പുസ്തകം 5:1 ഒരു വാക്യമേ കൊടുത്തിട്ടുള്ളൂ, അത് നിങ്ങൾ നോക്കിക്കോണം. യേശു സഭയെ ചേർക്കുവാനായി വരുന്നു. 2, രക്ഷയെ പൂർത്തീകരിക്കുവാൻ, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വം നമുക്ക് തരുവാൻ. 3, സഭയെ മാനിക്കുവാൻ, സന്തോഷിപ്പിക്കുവാൻ, നമുക്ക് ആവശ്യമുള്ള പ്രതിഫലങ്ങൾ തരുവാൻ. ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെയും തുടച്ചു കളയുവാൻ, ദുഃഖവും മുറവിളിയും മാറ്റിക്കളയുവാൻ. 4, ഭൂമിയെ വീണ്ടെടുക്കുവാൻ. യേശുവിൻ്റെ 2ാം വരവിൽ നടക്കേണ്ട അതിപ്രധാന കാര്യങ്ങളിൽ ഒന്നാണ്, അധികം പേർ അതിനെക്കുറിച്ച് സംസാരിക്കാറില്ല, ഭൂമിയെ വീണ്ടെടുക്കുവാൻ. ഇതിന് മനസ്സിലാകേണ്ടതിന് വേണ്ടി വെളിപ്പാട് പുസ്തകം 5:1 നിന്നൊരു വാക്യം കഴിഞ്ഞ ആഴ്ച ഞാൻ എടുത്തു പറഞ്ഞിരുന്നു. ഞാൻ സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ വലം കയ്യിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ട് ഒരു പുസ്തകം കണ്ടു. കുഞ്ഞാടിൻ്റെ കയ്യിൽ പിതാവാം ദൈവത്തിൻ്റെ കയ്യിൽ ഒരു പുസ്തകം കണ്ടു. വെളിപ്പാട് പുസ്തകം 5:1 പറയുന്നത്. അതിന് അകത്തും പുറത്തും എഴുത്തുണ്ട്. പരിശുദ്ധാത്മാവ് തരുന്ന ചില ആശയങ്ങൾ ഞാൻ ചേർക്കുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. ദൈവത്തിൻ്റെ വചനത്തിൽ പൊതുവെ കാര്യങ്ങളെക്കുറിച്ച് കാണുമ്പോൾ അകത്തും പുറത്തും എന്ന പദം കാണാം. കൽപ്പലകകൾ കൊടുക്കുമ്പോൾ അതിൻ്റെ ഇരുപുറവും എഴുത്തുള്ളതായിരുന്നു. വേദപുസ്തകത്തിൽ പൊതുവെ ചിന്തിക്കുമ്പോൾ അകത്തും പുറത്തും ഒരുപോലെ വ്യത്യാസമുണ്ട്. കപടഭക്തന്മാരായ ചിലർ പറയാറുണ്ട്, പുറമേ ഉള്ളതൊന്നും ആരും കാണുന്ന കാര്യമില്ല, അത് നോക്കത്തേ ഇല്ല, ദൈവം ആകമേ ഉള്ളതാണ്. മോനെ, മണ്ടത്തരം പറയാതെ ഇനിയെങ്കിലും അതങ്ങ് നിർത്ത്. കർത്താവിൻ്റെ കയ്യിലുള്ള പുസ്തകത്തിന് അകത്തും പുറത്തും ഒരുപോലെ എഴുത്ത്. അകത്തുള്ളത് തന്നെ പുറമേയുമുണ്ട്, പുറമേ ഉള്ളത് തന്നെയാണ് അകത്തും എന്ന് മറക്കണ്ട. ഈ പുസ്തകം ഭൂമിയുടെ ടൈറ്റിൽ ഡീഡാണ്. ഒത്തിരി അർത്ഥങ്ങൾ അതിനുണ്ട്. ഞാൻ പദത്തിലോട്ട് പോകും. ഒരുപാട് അർത്ഥങ്ങൾ ഇതിനുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാന അർത്ഥത്തിൽ ഇത് ഭൂമിയുടെ ടൈറ്റിൽ ഡീഡാണ്. ഇത് യേശുക്രിസ്തുവിന് വേണ്ടി എഴുതി വെച്ചതാണ്. പക്ഷെ സാത്താൻ ആദം മുഖേന അത് കരസ്ഥമാക്കുകയും 7 മുദ്രകളാൽ എന്ന് പറഞ്ഞാൽ സമ്പൂർണമായി അതിനെ ദൈവത്തിങ്കിൽ നിന്ന് മാറ്റിക്കളയുകയും 7 മുദ്രയാൽ മുദ്രയിടപ്പെടുകയും ചെയ്തു. എങ്കിലും പുസ്തകത്തിൻ്റെ അകത്തും പുറത്തും എഴുത്തുള്ളതാണ്. അത് ദൈവത്തിൻ്റെ പുസ്തകമാണ്. ഇത് തുറന്നേ മതിയാകും. ഇത് തുറക്കുവാൻ വേണ്ടി കുഞ്ഞാട് അറുക്കപ്പെട്ടു എന്ന ചരിത്രവും വെളിപ്പാട് 5 കാണാം. അതാണ് ഭൂമിയുടെ വീണ്ടെടുപ്പ്. ഭൂമിയെ തിരികെ പിടിക്കുന്നതായ ഒരു സംഭവമാണത്. ഓക്കെ, ഇനിയും ഇതിനെക്കുറിച്ച് ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് 2-ാം അധ്യായത്തിൻ്റെ 44-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 44-ാമത്തെ വാക്യത്തിൽ, ആ സമയത്ത് രാജാവേ, തിരുമുമ്പിൽ പള്ളിമെത്തയിൽ വെച്ച് അങ്ങയുടെ ഹൃദയം ഭാരപ്പെട്ടിരുന്ന ചില വിഷയങ്ങളുണ്ട്. ഇംഗ്ലീഷ് സംസാരിക്കുന്ന കുഞ്ഞുങ്ങൾ, ഇംഗ്ലീഷ് മാത്രം മനസ്സിലാകുന്നവർ ആ ബൈബിൾ വാക്യം നോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാനത് ഇട്ടത്. വിശദീകരിക്കുന്ന മലയാളത്തിൽ നിന്നേ ഉള്ളൂ. കാര്യം 2 ഭാഷ ഒന്നിച്ച് പറഞ്ഞു പോകാൻ നമുക്ക് സമയമില്ല, നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് മലയാളത്തിൽ മാത്രമേ വിശദീകരിക്കുന്നുള്ളൂ. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്തൊരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറൊരു ജാതിക്ക് ഏൽപ്പിക്കുകയില്ല. അത് ഈ രാജ്യത്വങ്ങളെ ഒക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. ഈ രാജ്യത്വങ്ങളെന്ന് പറയുന്നത് ഒരു ബിംബത്തെ കാണിച്ചുകൊണ്ടാണ്. ആ ബിംബത്തിൻ്റെ പ്രത്യേകത അതിന് 5 വിധമായ മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഭൂമിയിൽ വരുവാനുള്ള രാജഭരണങ്ങളെയും സാമ്രാജ്യങ്ങളെയും അതിൻ്റെ അവസാനമായി ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ജനായത്ത ഭരണത്തെയും ഡെമോക്രസിയെയും വരെ ചിത്രീകരിക്കുന്നതായ ഒരു ബിംബമാണിത്. ഈ ബിംബത്തിൻ്റെ കാലിൽ 10 വിരലുകളായി തിരിഞ്ഞിരിക്കുന്ന കാലിൻ്റെ പാദത്തിങ്കിൽ ഒരു കല്ല് വന്ന് അടിക്കുകയും, കൈ തൊടാതെ പറഞ്ഞു വന്ന ഒരു കല്ല് വന്ന് അടിക്കുകയും ബിംബത്തെ മുഴുവൻ പൊടിച്ചു കളയുകയും ചെയ്യുന്നു. ഇതാണ് രാജാവ് കണ്ട സ്വപ്നം. മേലാൽ സംഭവിപ്പാനുള്ളത് എന്തെന്ന് അറിയേണ്ടതിന് വ്യാകുലപ്പെട്ടുകൊണ്ടിരുന്ന രാജാവിനോട് രാജ്യത്വങ്ങളെ സംബന്ധിച്ച് സ്വർഗത്തിലെ ദൈവം ഇടപെടുകയാണ്. അദ്ദേഹത്തോട് തന്നെ ഇടപെട്ടു. കാരണം ലോക സാമ്രാജ്യങ്ങളുടെ സ്വർണ്ണമകുടമെന്നറിയപ്പെട്ട ബാബിലോൺ രാജാവായിരുന്ന അദ്ദേഹത്തോടാണ് പറയേണ്ടത്. തീരെ താണവനോട് പറയുന്നതിനേക്കാൾ ഉയർന്നവനോട് സംസാരിക്കുന്ന നല്ലതാണ്. ദൈവം അദ്ദേഹത്തോട് സംസാരിച്ചു. ഈ രാജാക്കന്മാരുടെ കാലത്ത്, അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ, ഇങ്ങോട്ട് വരാൻ പോകുകയാണ്. ഞാൻ എവിടം വരെ എത്തുമെന്ന് നോക്കാം. ഇങ്ങോട്ട് വരാൻ പോകുകയാണ്. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗത്തിലെ ദൈവം ഒരു നാളും ഇളകാത്തൊരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വമാണ് ഈ ഭൂമിയിലെ വീണ്ടെടുപ്പ്. യെരുശലേം ഹെഡ് ക്വാർട്ടേഴ്സാക്കി യേശു സിംഹാസനസ്ഥനായി ഭരിക്കുന്ന ഒരു സമയമായിരിക്കും അത്. സൈൻ ഓഫ് ഹിസ് കമ്മിങ്, യേശുവിൻ്റെ മടങ്ങിവരവിൻ്റെ ചില
ലക്ഷണങ്ങൾ. നമ്മൾ കഴിഞ്ഞ ആഴ്ച എടുത്തതാ, ഇറ്റ്സ് ജസ്റ്റ് റിവിഷൻ. അനേക ലക്ഷണങ്ങൾ ഒരുമിച്ച് ചേരുന്ന ഒരു കൺവേർജിങ് പോയിന്റിലാണ് നാം വന്ന് നിൽക്കുന്നത്. ഇതിനകത്ത് ട്രാൻസ്ലേഷൻ്റെ ആവശ്യമില്ല, പിക്ചറാണ്. അനേക കാര്യങ്ങൾ ഒരുമിച്ച് വന്നു ചേരുന്ന ഒരു കൺവേർജിങ് പോയിന്റിലാണ് നിൽക്കുന്നത്. ഇത് ഏതാണ്ട് 2 വർഷങ്ങൾക്ക് മൂലം ആയി ഞാനിവിടെ എടുത്തതാണ്, വിശദമായി എടുത്തതാണ്. ഒരു പോയിന്റിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. അനേക പ്രവചനങ്ങൾ യേശുവിൻ്റെ വരവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ലക്ഷണങ്ങൾ നിവർത്തീകരിച്ചത് പണ്ടൊന്നും കേട്ടിട്ടില്ലാത്ത ചിലതൂടെ ഈ 2024 കേൾക്കാൻ പോവുകയാണ്. അങ്ങോട്ട് നമ്മൾ വരികയാണ്. ഒരുപാട് കാര്യങ്ങൾ കൺവേർജ് ചെയ്യുന്ന ഒരു കൺവേർജിങ് പോയിന്റിലാണ് നമ്മൾ. കാര്യങ്ങളൊന്ന് മനസ്സിലാക്കണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ, അല്പം വിദ്യാഭ്യാസമുള്ളവർക്ക് മനസ്സിലാകും സൂര്യനിൽ നിന്ന് വരുന്ന ഒരു രശ്മിയുടെ നിറങ്ങൾ എന്ത്. നമ്മൾ നോക്കിയാൽ ഇതിനൊരു നിറവും നമുക്ക് കാണാനില്ലെങ്കിലും അതൊന്ന് തിരിച്ചറിയണമെങ്കിൽ ഒരു പ്രിസത്തിനകത്തൂടെ അതിനെ കടത്തിവിട്ട് 7 കളറുകളായി അതിനെ തിരിക്കാൻ കഴിയും. പ്രിസത്തിനകത്തൂടെ പോയെങ്കിൽ മാത്രമേ എന്താണ് സൂര്യരശ്മി എന്ന് മനസ്സിലാകത്തുള്ളൂ. ഇതുപോലെ ദൈവത്തിൻ്റെ വചനവും ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്തെടുക്കുക. ചിലർ പറയും, നിനക്ക് ദൈവവചനം പ്രസംഗിച്ചാൽ പോരെ, ഇതൊക്കെ എന്തിനാ പറയുന്നത്? ഇടോ കുഞ്ഞെ, ഇതാടോ ദൈവവചനം പ്രസംഗിക്കുന്നത്. ഞാൻ ബൈബിൾ റീഡിങ്ങിനല്ല ഇവിടെ നിൽക്കുന്നത്. നമ്മളാരും ബൈബിൾ റീഡിങ്ങിനല്ല നിൽക്കുന്നത്. വചനത്തിനകത്തുള്ളത് മാത്രം പറയുവാൻ, അതിനെ വിശദമായി പറയുവാൻ വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നത്. തിരിച്ച് അതേ കാര്യങ്ങൾ തന്നെ ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്നെങ്കിൽ എല്ലാം കൂടി വീണ്ടും ഒരു റേ ആയി കാണും. ഇതൊന്ന് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് ലക്ഷണങ്ങൾ ഒരുപാട് ഇടങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് മത്തായി 24, ലൂക്കോസ് 21, വെളിപ്പാട് 9, സഖരിയ 8, റോമർ 1, 2 തീമോത്തിയോസ് 3, 2 തെസ്സലോനിക്കർ 2 എന്നിത്യാദികൾ യേശുവിൻ്റെ മടങ്ങി വരവിനെക്കുറിച്ചുള്ള ലക്ഷണങ്ങൾ എടുത്തു പറയുന്നതാണ്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് ഞാൻ മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടും കൂടെ ഇല്ല. വിശ്വാസത്യാഗം സംഭവിക്കണം, കള്ളക്രിസ്തുക്കൾ എഴുന്നേൽക്കണം, കള്ളപ്രവാചകന്മാർ എഴുന്നേൽക്കണം, റിബലിയസ് ഗ്രൂപ്പ് മറുത്തു പറയുന്ന ഒരു തലമുറ എഴുന്നേൽക്കണം, ലോകസ്നേഹം ആളുകൾക്കുണ്ടാകണം, ദൈവ ഭയം കുറഞ്ഞ് ലോകത്തെ ഭയപ്പെടുന്ന സാഹചര്യം വരണം, സൈറ്റനിസം സാത്താനെ ആരാധിക്കുന്ന തൃപ്തീകരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകണം, മെറ്റീരിയലിസം ഭൗതികത്വത്തിലേക്ക് മനുഷ്യൻ പോകണം, സെക്ഷൽ ഇമ്മോറാലിറ്റി ലൈംഗികത്വത്തിൽ കുടുങ്ങണം, വർഷിപ്പ് ദ സ്ട്രേഞ്ച് ഗോഡ്സ് അന്യദൈവങ്ങളെ സേവിക്കണം, ഡൈല്യൂട്ട് ദ ഗോസ്പൽ, ലീച്ചിങ് ഗോസ്പൽ, മോക്കേഴ്സ്, ഗ്ലോബൽ ഇവാഞ്ചലൈസേഷൻ. ഒരു ഭാഗത്ത് തിന്മകൾ നടക്കുമ്പോൾ മറുവശത്ത് ലോകവ്യാപകമായ സുവിശേഷീകരണം നടക്കണം, ലേറ്റർ റെയിൻ പിന്മഴയുടെ കാലം ആകണം, പവർ മിനിസ്ട്രികൾ അവിടെയായി വെളിപ്പെടണം, ക്രിസ്ത്യൻ മാർട്ടിഡം ഉയരണം, ക്രിസ്ത്യാനികളെ ഒത്തിരി പേരെ കൊന്നുകളയണം. ഇതെല്ലാമാണ് അതിൻ്റെ ലക്ഷണങ്ങൾ. ഇതിലൊന്നാണ് പരിഹാസികൾ എഴുന്നേൽക്കുക, സ്കോഫേഴ്സ് എഴുന്നേൽക്കുക. 2 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളിൽ അവൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരിക്കുന്നത് പോലെ തന്നെ ഇരിക്കുന്നുവെന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളണം. ഒരുപാട് പരിഹാസികൾ എഴുന്നേറ്റ് യേശു വരാൻ പോകുന്നില്ല എന്ന ആശയം പറയും. ആരംഭത്തെങ്കിൽ ഇരുന്നത് പോലെ തന്നെ ഇന്നും കാണുന്നു, ഒരു ചേഞ്ചും ഇല്ല, യേശു വരത്തില്ല. ഇതെല്ലാം തലമുറകൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞു, ഈ ബാംഗ്ലൂർ പട്ടണത്തിൽ എന്നെക്കാൾ നന്നായി പ്രസംഗിക്കുന്ന ഒരു പ്രസംഗകൻ കഴിഞ്ഞ ഒരു ദിവസം എന്നോട് ഇങ്ങനെ പറഞ്ഞു, യേശുവിൻ്റെ വരവിനെ ഞാൻ ഒട്ടും അവിശ്വസിക്കുന്നില്ല, ഞാനത് വിശ്വസിക്കുന്നു, 100% വരും. എന്നാൽ ഞാനതിനെക്കുറിച്ച് പരസ്യമായി ദിവസങ്ങളിൽ പറയുന്നില്ല. കാര്യം പത്രോസ് മുതൽ ഒരുപാട് പേര് ഇങ്ങോട്ട് പറഞ്ഞ് ഫെയിലായിപ്പോയി. പത്രോസ് മുതൽ ഇങ്ങോട്ട് ഒരുപാട് പേര് പറഞ്ഞതൊന്നും നടന്നില്ല, ഫെയിലായിപ്പോയി. അതുകൊണ്ട് ഞാൻ പരസ്യമായി ആ വിഷയത്തെ തൊടുന്നില്ല. യേശു വരുമെന്ന് വിശ്വസിക്കുന്നു, ഞാൻ പരസ്യമായി ഒരു വിഡ്ഢിയാകാൻ ആഗ്രഹിക്കുന്നില്ല. പരിഹാസികൾ എൻ്റെ വട്ടം കൂടും എന്ന് അദ്ദേഹം പറയുവാനിടയായി തീർന്നു. അതെ, അങ്ങനെ പറയുന്ന ഒരു കൂട്ടർ അന്ത്യകാലത്ത് എഴുന്നേൽക്കും. കഴിഞ്ഞ രാത്രിയിലും 2 പേർ എനിക്ക് സന്ദേശങ്ങൾ അയച്ചിരുന്നു. 2 പേർ കഴിഞ്ഞ രാത്രിയിലും എനിക്ക് സന്ദേശങ്ങൾ അയച്ചിരുന്നു. യേശുവിൻ്റെ വരവ് AD 70 കഴിഞ്ഞുപോയി. ഇനി അതിനുവേണ്ടി കാത്തിരുന്നിട്ട് കാര്യമില്ല. മരിക്കുന്ന വിശുദ്ധന്മാർ അന്നന്ന് ദൈവസന്നിധിയിൽ എത്തുന്നതിൽ കവിഞ്ഞാൽ ഒരു മഹത്വ പ്രത്യക്ഷതയും തേജസ്സിൻ്റെ പ്രത്യക്ഷതയും രഹസ്യവരവും ഇതൊന്നും ഉണ്ടാകയില്ല എന്നിത്യാദികൾ പഠിപ്പിക്കുന്നവരുണ്ട്. ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. അന്ത്യകാലത്ത് ഇതൊക്കെ എഴുന്നേറ്റ് വരും എന്നത് സത്യമാണ്. അങ്ങനെ ഒരു കൂട്ടം പരിഹാസികൾ എഴുന്നേറ്റ് വരും. അത് ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് കാത്തു നിൽക്കുന്നവർ ഒരു വിഭാഗമുണ്ട്. ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളിൽ അനേകർ, ഏറ്റവും കുറഞ്ഞത് ഞാനും എൻ്റെ കൂടെ ഒരു നല്ല വിഭാഗം സഹോദരന്മാരും അത് വിശ്വസിക്കുന്നവരാണ്. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 27-28 വാക്യങ്ങളിൽ, എബ്രായ ലേഖനം 9-ാം അധ്യായം 28-ാമത്തെ വാക്യമാണ് പ്രസക്തം. ഈ വാക്യങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ
യേശുവും തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി പിന്നെയും പാപം കൂടാതെ പ്രത്യക്ഷനാകും. അവിടെ കാത്തു നിൽക്കുക എന്ന് പറയുന്നത് ഈഗർലി വെയിറ്റിംഗ്, വളരെ ജാഗ്രതയോടെ കാത്തിരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഒരു ഭാഗം വരത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുന്ന പരിഹാസികളും, അതേസമയം വേറൊരു വിഭാഗം ഈഗർലി വെയിറ്റിംഗ്, കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുകയാണ്. ഇവിടം വരെയാണ് നമ്മൾ ഏറെക്കുറെ ഇന്നലെ കഴിഞ്ഞ ആഴ്ച കൊണ്ട് എടുത്തു നിർത്തിയത്. ഇനിയും സഭ രണ്ടായി പിരിയും. എ പോളറൈസേഷൻ ഓഫ് ദി ചർച്ച്, എ പോളറൈസേഷൻ ഓഫ് ദി ചർച്ച്. സഭ രണ്ടായി തിരിയും. ഇല്ല, തിരിഞ്ഞ് കഴിഞ്ഞു എന്ന് തന്നെ പറയാം. പത്യോപദേശവും വിശുദ്ധിയും സൂക്ഷിക്കുന്ന ഒരു വിഭാഗം അതിനകത്ത് ജാഗ്രതയോടെ മുന്നേറുക. അവർ പരിശുദ്ധാത്മാവിനോടുകൂടെ നിൽക്കുന്ന ഒരു ദൈവിക വിഭാഗമാണ്. നിങ്ങൾ ലോകത്തിന് പരിഹാസമായിരിക്കും. നിങ്ങൾ ലോകത്തിന് മുമ്പിൽ എ കപ്പ് ഓഫ് ഇൻടോക്സിക്കേഷൻ, അതെ, ലഹരിയുടെ കപ്പായിരിക്കും. നിങ്ങളെ കാണുന്നവനൊക്കെ കൂക്ക് വിളിച്ചെന്ന് വരും. രണ്ടാമത്തെ വിഭാഗം അല്ലാത്തവർ, വ്യാജാത്മാവിനോടൊപ്പം പോകുന്നവർക്ക്. അവർക്ക് വേർപാടും വേണ്ട, വിശുദ്ധിയും വേണ്ട, വേറെ ചിലതെല്ലാം ഒക്കെ മതി. അല്ലെങ്കിൽ ഇതിനെല്ലാം രൂപഭേദം കൊടുക്കും. വേദപുസ്തകത്തിൽ രണ്ടനം ഉപദേശങ്ങൾ എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. ഒന്ന് ഭക്തിക്കൊത്ത ഉപദേശം, ഭക്തിക്കൊത്ത ഉപദേശം. ബഥേലിൻ്റെ മലയാളം സെക്ഷനിൽ നിന്ന് ഭക്തിക്കൊത്ത ഉപദേശം വിളമ്പുവാൻ സ്വർഗം ഇന്ന് വരെ കൃപ ചെയ്തതിനാൽ ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തുതിക്കുന്നു. രണ്ട്, ഭക്തിക്ക് ഉതകാത്ത ഉപദേശം. കർണരസമാകുമാറ് പലതും കേൾക്കുവാൻ, കെട്ടുകഥകൾ കേൾക്കുവാൻ തിരിയുന്ന കാലം. നന്മകളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചും മാത്രം ചിന്തിക്കുവാൻ മനുഷ്യൻ തിരിയുന്ന കാലം. എന്നാൽ ഇന്ന് ഈ രണ്ടായി പോളറൈസേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. പീപ്പിൾ ആർ ഇൻ ദ കമ്പനി ഓഫ് അതർ സ്പിരിറ്റ്സ്. അങ്ങനെയുള്ളവർ മറ്റ് ആത്മാക്കൾക്ക്, വ്യാജാത്മാക്കളെന്ന് മാത്രം ഞാൻ പറയത്തില്ല, തിരുവചനത്തിൽ അനേക തരം ആത്മാക്കളുണ്ട്. ഒരാത്മാവ് ദൈവസന്നിധിയിൽ വന്നു നിന്നു. അശുദ്ധാത്മാവെന്ന പദമല്ല, ഒരാത്മാവെന്ന് കാണാം. കള്ളപ്രവാചകന്മാരിൽ വ്യാപരിക്കുന്ന ആത്മാവിനെ കാണാം. ലോകമയുത്വത്തിൽ കൊണ്ടു നടക്കുന്ന ആത്മാവിനെ കാണാം. ഒരാത്മാവിനെ എന്ന പദപ്രയോഗം ബൈബിളിലുണ്ട്. ഇങ്ങനെ ഏതോ ഒരാത്മാവിന്, പക്ഷെ അത് വിശുദ്ധിയുടെ ആത്മാവിന്, പരിശുദ്ധാത്മാവിന് അധീനരല്ല, വേറെ ഏതോ ഒരാത്മാവിനാണ്. ഈ ലക്ഷണങ്ങളിൽ ഏറ്റവും കൂടുതലായി വരുന്നത് യെരുശലേമാണ്. യെരുശലേമിനെയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഇന്ന് ഈ ദിവസങ്ങളിൽ അതിനെ ഫോക്കസ് ചെയ്യുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഞാൻ ഫോക്കസ് ചെയ്യുകയാണ്. ഇസ്രയേലിനെ കുറിച്ച് ദൈവത്തിൻ്റെ ക്ലോക്ക് എന്നാണ് അതിനെ വിളിക്കുന്നത്. സഭയെക്കുറിച്ച് ദൈവത്തിൻ്റെ പ്രോഫറ്റിക്കൽ വാച്ച് എന്നും വിളിക്കാറുണ്ട്. പ്രോഫറ്റിക്കൽ വാച്ച് എന്ന് സഭയെ വിളിക്കുമ്പോൾ ഇസ്രയേലിനെ ദൈവത്തിൻ്റെ ക്ലോക്ക്, അതിലാണ് സമയം കാണിക്കുന്നത്, ഘടികാരം കാണിക്കുന്നത്. നാളെ വരാൻ പോകുന്ന കാര്യം എന്താണെന്ന്, ഇന്ന സംഭവങ്ങൾ നടക്കുമെന്ന് പറയുന്ന പ്രോഫറ്റിക്കൽ വാച്ചായി ദൈവത്തിൻ്റെ സഭയെ ദൈവം കാണുന്നു. ഇന്ന് പ്രവചനങ്ങളിൽ തരുന്ന അനേക ദൈവദാസന്മാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കള്ളപ്രവാചകന്മാരുണ്ട്, നിശ്ചയമായിട്ടുമുണ്ട്. നമ്മളിപ്പോഴും പറയാറുണ്ട്, കള്ളനോട്ട് വരണമെങ്കിൽ നല്ല നോട്ട് ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. 100 രൂപയുടെ കള്ളനോട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, 500ൻ്റെ കള്ളനോട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ 750ൻ്റെ കള്ളനോട്ട് ഇതുവരെ ആരും കണ്ടിട്ടില്ലല്ലോ. ഇന്ത്യൻ റുപ്പീസ് 750 രൂപയുടെ കള്ളനോട്ട് ആരും അടിക്കത്തില്ല. കാര്യം 750 രൂപയുടെ നല്ല നോട്ടില്ല. 750 രൂപയ്ക്ക് അത് ഉണ്ടെങ്കിലല്ലേ കള്ളനോട്ട് അടിക്കത്തുള്ളൂ. കള്ളൻ പ്രവാചകനം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നല്ല പ്രവചനം ഉണ്ട്. അതുകൊണ്ടാണ് കള്ളപ്രവചനങ്ങൾ വരുന്നത്. അനേക ഉപമാനങ്ങൾ ഈ ദൈവിക ഘടികാരത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അനേക ഉപമാനങ്ങൾ ദൈവിക ഘടികാരത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന്, തളിർക്കുന്ന അത്തി, ദ ബോസമിങ് ട്രീ. അത് ഓൾറെഡി നടന്നു കഴിഞ്ഞു 1948. ഡ്രൈ ബോൺസ്, അത് ഉണങ്ങിത്തിരിഞ്ഞ അസ്ഥികൾ തിരികെ ജീവിക്കുന്ന സംഭവമാണ് ആ നടന്നത്. ദ റീയൂണിയൻ, അത് അവർ തിരിച്ചു വന്ന് അവർ ഒരുമിച്ച് വരുന്ന സംഭവം നമ്മൾ കണ്ടു. അടുത്തത് വേൾഡ് വാർ, നമുക്ക് വേണ്ടി കാത്തിരിക്കുക. ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു. തളിർക്കുന്ന അത്തി എന്ന രീതിയിൽ അതിനെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഉണങ്ങിയ അസ്ഥി എന്ന രീതിയിൽ നമ്മളതിനെ കണ്ടു കഴിഞ്ഞു. അത് തിരികെ ചേരുന്ന രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയും ഇസ്രയേലിനെ കുറിച്ച് കാണാനുള്ള ഒന്ന്, ലോകമഹായുദ്ധവും രാജ്യസ്ഥാപനവുമാണ്. അതും ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ നടന്നിരിക്കും. നമ്മുടെ തലമുറയിൽ തന്നെ മിക്കവാറും അത് നടന്നെന്ന് വരും. ഓക്കെ, യഹൂദൻ ഭാരമുള്ള ഒരു കല്ലാണ് എന്ന് ഞാൻ പറഞ്ഞു. ചില മിനിറ്റുകൾ ഞാൻ ഇതിൻ്റെ മുമ്പിൽ നിന്നേ മതിയാകൂ. യഹൂദൻ ഭാരമുള്ള ഒരു കല്ലാണ്. സഖറിയ പ്രവചനം 12-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ആണിത് പറയുന്നത്. ആൻഡ് ഓൺ ദാറ്റ് ഡേ ഐ വിൽ മേക്ക് ജെറുസലേം എ ബർഡനസ് സ്റ്റോൺ ഫോർ ഓൾ പീപ്പിൾ. ഈ എല്ലാവർക്കും വേണ്ടി യെരുശലേമിനെ ഒരു ഭാരമുള്ള കല്ലാക്കി ദൈവം മാറ്റുവാൻ പോകുകയാണ്. അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും.
നന്മയ്ക്ക് പോലും തിന്മയ്ക്ക് പോലും യെരൂശലേമിനെ തൊട്ടാൽ മുറിവേറ്റിരിക്കും. ആ കാര്യം മറക്കണ്ട. നന്മയ്ക്ക് പോലും തിന്മയ്ക്ക് പോലും അതിനെ തൊടുന്നവനൊക്കെയും മുറിവേറ്റിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മുടെ മണിപ്പൂരും കഠിനമായി മുറിവേറ്റു. ഇന്നും പ്രശ്നം തുടരുന്നതേ ഉള്ളൂ. കാര്യം മണിപ്പൂരിൽ ഒരു വിഭാഗം യഹൂദന്മാരുണ്ടായിരുന്നു. അവർക്ക് മടങ്ങിപ്പോകുവാൻ ദൈവം സമയം കൊടുത്തു. അവരെ കൊണ്ടുപോയിക്കോളാം എന്ന് ഇസ്രയേൽ ഗവൺമെൻറ് പറഞ്ഞു. അവരെ ഇവിടെ നിന്ന് കയറ്റിവിട്ടേക്കാം എന്ന് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഇസ്രയേൽ ഗവൺമെൻറ്റിന് വാക്കുകൊടുത്തു. പോകുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു. നമ്മുടെ മലയാളി സമൂഹം പോലും ബഥേൽ ചർച്ച് ഉൾപ്പെടെ പിരിവെടുത്ത് അവർക്ക് പോകുവാനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തെങ്കിലും അവർ നൂറ്റാണ്ടുകളായി പാർത്തു വരുന്ന മണിപ്പൂർ വിട്ടുപോകുവാൻ അവർക്ക് മനസ്സില്ലാതെ അവരവിടെ തുടരുകയാണെന്ന് പറഞ്ഞ് അതിനെ തുടർന്നാണ് നിന്നെ വിടുമെന്ന് ദൈവവും തീരുമാനിച്ചത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ തൊട്ടു. അരിച്ച് പെറിക്കുന്നത് പോലെയും അരിച്ച് പറിക്കുന്നത് പോലെയും പറിച്ചെടുത്തു. നമ്മുടെ മണിപ്പൂർ തൊട്ടു. മണിപ്പൂരിന് മുറിവേറ്റു. അതിനെ തൊടുന്നവനൊക്കെയും കഠിനമായി മുറിവേൽക്കും. ഓക്കെ, ഇനിയും ഒരാത്മയുദ്ധത്തെക്കുറിച്ച് തൊടാൻ പോവാം. ഞാൻ കഴിഞ്ഞ ആഴ്ചകളിൽ തൊടാത്ത ഒന്നാണ്. ഏതാണ്ട് 5 വർഷത്തിന് മുമ്പ് ഒരിക്കൽ ഒരു സൂചന തന്നു. അതിനപ്പുറത്തോട്ട് പോയില്ല. ഇന്നൊരല്പം കൂടെ മുന്നോട്ട് പോകാൻ പോകുക. ആത്മയുദ്ധം. വേറെ 2 രാജ്യങ്ങൾ നമ്മുടെ അദൃശ്യമണ്ഡലത്തിലുണ്ട്. ഒന്നിനെ ദൈവരാജ്യമെന്ന് വിളിക്കും, വേറൊന്നിനെ പൈശാചിക സാമ്രാജ്യമെന്ന് വിളിക്കും. ഇത് രണ്ടും കണ്ണുകൾ കൊണ്ട് കാണാവുന്നതല്ലെങ്കിലും ഇങ്ങനെ 2 സാമ്രാജ്യങ്ങളുണ്ട്. അന്ധകാര ലോകമെന്നും പ്രകാശത്തിൻ്റെ രാജ്യമെന്നും അതിനെ വിളിക്കും. ദൈവത്തിൻ്റെ വാഗ്ദത്തം ദൈവരാജ്യമാണ്. കാരണം പൈശാചിക പിടിയിൽ ഭൂമിയുടെ ടൈറ്റിൽ ഡീഡ് മാറി. ആദമും ഹൗവയും പാപം ചെയ്തതിനെ തുടർന്ന് ഭൂമിയുടെ ടൈറ്റിൽ ഡീഡ് സാത്താൻ്റെ കയ്യിലേക്ക് മാറിയതോടെ കർത്താവായ ദൈവം ഇങ്ങനെ പറഞ്ഞു, ഞാനിതിനെ വീണ്ടെടുക്കും, ഞാൻ വെളിച്ചത്തിൻ്റെ രാജ്യത്തിൽ ഇതിനെ കൊണ്ടുവരും. ഇത് ഇരുളിനെ വിൽക്കപ്പെട്ടു പോയി. ദൈവിക വാഗ്ദത്തോട് അതിൽ തന്നെ പോരാട്ടമുണ്ട്. ദർ ഇസ് എ സ്പിരിച്വൽ ഫൈറ്റ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ ഞാൻ സ്ത്രീക്കും സർപ്പത്തിനും തമ്മിൽ ശത്രുത്വം വയ്ക്കും. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 26, ആക്ച്വലി 23 മുതൽ 26 വരെയുള്ള വാക്യം വായിക്കുന്നില്ല, നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചതാണ്. ഏശാവും യാക്കോബും 2 പേരും ജനിച്ചു. ഗർഭത്തിൽ വെച്ച് തന്നെ, കഴിഞ്ഞ ആഴ്ചയിലാണ് അതൊക്കെ ഇച്ചിരൂടെ ഗൗരവമായി എടുത്തത്. ഗർഭത്തിൽ വെച്ച് തന്നെ കുഞ്ഞുങ്ങൾ തമ്മിൽ അമ്മയുടെ ഉള്ളിൽ വെച്ച്, അവർ ഇരട്ട കുഞ്ഞുങ്ങളായിരുന്നു. അത്രയും ബൈബിൾ പരിചയമില്ലാത്തവരുടെ അറിവിന് വേണ്ടി, ഒരുപക്ഷെ ഇതിനകത്തും നിശ്ചയമായും പുറത്തുമുണ്ട്. അമ്മയുടെ ഉള്ളിൽ നിന്നും പുറത്തു വരുന്നതിന് മുമ്പേ ഇരട്ട കുഞ്ഞുങ്ങളാകയാൽ കുഞ്ഞുങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടായിരുന്നു എന്നും, ആദ്യത്തവൻ കൈ വെളിയിലേക്ക് കാണിച്ചു, ഇവൻ ആദ്യജാതനായിരിക്കുമെന്ന് പറഞ്ഞ് ഇമ്മീഡിയറ്റ്ലി അവൻ കൈ അകത്തേക്ക് വലിക്കുകയും രണ്ടാമൻ പുറത്തു വരികയും ചെയ്തു. ഒരു യുദ്ധം അന്ന് മുതലേ നടക്കുന്നുണ്ട്. ഏശാവിനും യാക്കോബിനും തമ്മിൽ ഒരു യുദ്ധം നടക്കുന്നുണ്ട്. ചില രംഗങ്ങളിലേക്ക് കയറാൻ പോകുകയാണ്. ഉൽപ്പത്തി പുസ്തകം 12:3 നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും. എസ്തേറിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ ഹാമാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കാണാം. അബ്രഹാമിനോടുള്ള ദൈവിക വാഗ്ദത്തം, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും. അബ്രഹാമിൻ്റെ കൊച്ചുമക്കൾ 2 വിഭാഗങ്ങളായി തിരിഞ്ഞു. ആ കൂട്ടത്തിൽ ഒരു ഹാമാൻ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമോ, ഹാമാൻ യേശാവിൻ്റെ അനന്തരവനാണ്. യേശാവിൻ്റെ കുലത്തിൽപ്പെടുന്നവനാണ് ഹാമാൻ. യേശാവിൻ്റെ കുലത്തിൽപ്പെടുന്നവനാണ്. യേശാവിൻ്റെ കുലത്തിൽപ്പെടുന്നവനാകയാൽ ഹാമാന് ഇസ്രയേലിനോട്, യാക്കോബിൻ്റെ കുടുംബത്തിൽ പെടുന്നവനോട് ഒരു വൈരാഗ്യം ഉണ്ടായിരുന്നു. ഇദ്ദേഹം യേശാവിൻ്റെ കുടുംബത്തിൽ പെടുന്നവനാണ് എന്ന യാഥാർത്ഥ്യം, ഇതൊക്കെ ആരോ വരച്ചു വെച്ച പടങ്ങളാണ്. പക്ഷെ ലോകവ്യാപകമായി അംഗീകരിക്കപ്പെടുന്ന ആരോ കലാകാരന്മാർ വരച്ച പടമാണ്. ഇതുകൊണ്ട് കറക്റ്റ് പടമൊന്നും ആകണമെന്നില്ല. അയാളുടെ ഫോട്ടോ ഒന്നും എടുക്കാൻ അക്കാലത്ത് ക്യാമറ ഇല്ലായിരുന്നു. ഓക്കെ, അദ്ദേഹം ഇസ്രയേലിനെ കൊന്നൊടുക്കേണ്ടതിന് ഒരു കഴുകുമരം ഒരുക്കുവാൻ തീരുമാനിച്ചു. പക്ഷെ ആ കഴുകുമരത്തിൽ അവൻ തന്നെ മരിച്ചു. കാരണം ശത്രുത്വം വെച്ചെങ്കിലും ദൈവം അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാകും. നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും, അവൻ ശപിക്കപ്പെട്ടവനാകും. ഇന്നു പകൽ ദൈവവേദലേ, നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി ആകയാൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കും. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളിൽ സ്നാനപ്പെട്ട കാരണത്താൽ എൻ്റെ പേര് സ്കൂളിൽ നിന്ന് വെട്ടി, എന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ 7-ാം ക്ലാസ്സിലെ ത്രോൺ ഔട്ട് ബിറ്റാണ് ഞാൻ എന്ന് പലപ്പോഴും ഞാൻ എടുത്തു പറയാറുണ്ട്. എന്നാൽ പിന്നെ
പിന്നത്തേതിൽ കേരള ഗവൺമെൻറ് തന്നെ അതിനകത്ത് ഇടപെടുവാൻ ദൈവം ഒരവസരം ഒരുക്കി. അന്ന് ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന അധ്യാപകന്മാരിൽ 1-2 പേര് എന്നോട് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയും ആ പദങ്ങളൊക്കെ ഇവിടെ നിന്ന് പറയാൻ പ്രയാസമാണ്, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ ഒന്നും പറയുന്നില്ല, നിൻ്റെ ആയുസ്സിൽ നിനക്ക് ഗുണം പിടിക്കത്തില്ല, നീ നശിച്ചു പോകേ ഉള്ളൂ എന്ന് പറയുകയൊക്കെ ചെയ്തു. അതിനകത്ത് അച്ഛന്മാരും ഉണ്ട്, പിന്നെ ബിഷപ്പും ഉണ്ട്. ഞാൻ അവരോട് അന്ന് പറഞ്ഞ പദം എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾ എന്നെ വേണേ പറ, എന്നെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനാകും, എന്നെ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകും. ഇത് അബ്രഹാമിനോടുള്ള വാഗ്ദത്വം. ആരെല്ലാം നോക്കിയാലും ഇളക്കാനൊക്കാത്ത വാഗ്ദത്വമാണ്. ഹാമാനെ, നീ വളരെ മിടുക്കനായി കാര്യങ്ങൾ ചെയ്തു. നീ ഈ ഏശാവിൻ്റെ വംശപാരമ്പര്യത്തിൽ പെട്ടവനാകയാൽ നിന്നെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും കഴിഞ്ഞു. പക്ഷെ ഓർത്തോണം, നീ പണിയുന്ന ഹുക്കിൽ തൂക്കുമരത്തിൽ നീയെ തൂങ്ങത്തുള്ളൂ, വേറെ ആരും തൂങ്ങത്തില്ല. കാര്യം ഇത് അബ്രഹാമിനോടുള്ള വാഗ്ദത്വമാണ്. നിന്നെക്കൊണ്ടും രാജാക്കന്മാരെ കൊണ്ടും മാറ്റിയെടുക്കാൻ ഒക്കുന്ന ഒന്നല്ലിത്. അങ്ങനെ അവനുണ്ടാക്കിയ കഴുകുമരത്തിനുമേൽ അവൻ തന്നെ തൂങ്ങി എന്ന് നമുക്ക് കാണാം. ഇനിയും ഇസ്രയേൽ പീഡിപ്പിക്കപ്പെട്ടിരുന്ന കാലത്തെക്കുറിച്ചൊരു സൂചന തന്നേക്ക് മാറാൻ പോകാണ്. ഇത് ഞാൻ വിശദീകരിക്കത്തില്ല, ഇതൊരു ബ്രാക്കറ്റിനകത്ത് ഇട്ടാൽ മതി. അവർ വൈൽ ദേ വെർ എ നേഷൻ, അവർ രാജ്യമായിരുന്നപ്പോൾ, ഒത്തിരി കാലം ഒരു രാജ്യമല്ലായിരുന്നു, അവർ രാജ്യമായിരുന്ന കാലത്ത് 46 പ്രാവശ്യം അവരെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഭൂമിയിൽ മറ്റൊരു രാജ്യത്തിനും ഇത് ക്ലെയിം ചെയ്യാനില്ല. ദൈവം ഉണ്ടാക്കിയ ശത്രുത്വത്തിൻ്റെ വലിപ്പമാണ്. 46 പ്രാവശ്യം ആ സാമ്രാജ്യം അറ്റാക്ക് ചെയ്യപ്പെട്ടു. 30 പ്രാവശ്യം പാർഷ്യലി ഡിസ്ട്രോയിഡ്, ഭാഗികമായി ആ രാജ്യം നശിപ്പിക്കപ്പെട്ടു. 25 ഗവൺമെൻറ്റുകൾ മാറി മാറി ഭരിച്ചു. പക്ഷെങ്കിൽ 1948 വീണ്ടും അവർ കുതിച്ച് ഉയരുവാൻ തുടങ്ങി. ഹാമാനെ മാറ്റി നിർത്തിയേച്ച് ഞാനിവിടെ ഹിറ്റ്ലറുടെ അടുക്കിലേക്ക് വരട്ടെ. അഡോൾഫ് ഹിറ്റ്ലർ, അദ്ദേഹവും ഏശാവിൻ്റെ കുലത്തിലുള്ളവനാണ്. ഈ ഏശാവിൻ്റെ കുലവും യാക്കോബിൻ്റെ കുലവും തമ്മിൽ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തുടങ്ങിയതാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം അവൻ ജയിക്കുമെന്നല്ല, അവൻ അങ്ങേയറ്റം യുദ്ധം ചെയ്യും, ഒടുവിൽ അവൻ തന്നെ പരാജയപ്പെടും. ഇതിനിടയ്ക്ക് ഇസ്രയേൽ ഒരുപാട് വിക്ടിമൈസ് ചെയ്യപ്പെട്ടു. അതാണ് യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ഇഫക്റ്റുകളിൽ ചിലത് ഇന്ന് പകൽ ചിന്തിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ എടുക്കാൻ പോകുന്നത്. അഡോൾഫ് ഹിറ്റ്ലർ, അദ്ദേഹം ഈ ഏശാവിൻ്റെ കുലത്തിലുള്ളവനാണ്. അദ്ദേഹം ഇസ്രയേൽ ജനത്തെ നശിപ്പിക്കുവാനായി തീരുമാനിച്ചു. അദ്ദേഹത്തെക്കുറിച്ചൊരു വാചകം പറയട്ടെ. അന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ന്യായവിധി നടക്കുമ്പോൾ യഹൂദ പ്രമാണികൾ സ്വയമായി ഒരു കേഴ്സ് അവരുടെ മേൽ എടുത്തു വെച്ചു. സെൽഫ് ഇൻവോക്ഡ് കേഴ്സ്. വരുന്നിടത്ത് കാണാം, പിന്നെ നോക്കാം, വരുന്നിടത്ത് വന്നോട്ടെ, എനിക്ക് ഭവിച്ചോട്ടെ, ഞാൻ ഏറ്റു എന്നിങ്ങനെയൊക്കെയുള്ള പദങ്ങൾ ദൈവത്തെക്കുറിച്ച് പറയുന്നവരുണ്ടല്ലോ. ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോണേ, ഇസ്രയേലിന് സംഭവിച്ചത് എന്തായിരുന്നെന്ന്. മത്തായിയുടെ സുവിശേഷം 27:25 അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് ജനമൊക്കെയും ഉത്തരം പറഞ്ഞു. ഇസ്രയേൽ സെൽഫ് പ്രൊനൗൺസ് ദ കേഴ്സ് ആൻഡ് ദേ ഗോട്ട് ഡിസ്ട്രോയിഡ് ഇൻ AD 70. 1970 ഇസ്രയേൽ പൂർണ്ണമായി നഷ്ടപ്പെട്ടു. കാരണം അവരുടെ മേൽ ശാപം ഏറ്റെടുത്തു വെച്ചു. എന്തുകൊണ്ടാണ് ഇവരുടെ മേൽ ഈ ശാപം എടുത്തു വെച്ചത്? ഈ യേശുവിൻ്റെ രക്തത്തിൻ്റെ ഇഫക്റ്റുകളെ കുറിച്ച് ഞാൻ ഇങ്ങോട്ട് പറയാൻ തുടങ്ങുകയാണ്. സെൽഫ് ഇൻവോൾവ് കേഴ്സ് അതിനകത്തെ ഒന്നാണ് എന്ന് ഗൗരവമായി ഓർമ്മിപ്പിക്കട്ടെ. ഞാനിപ്പോൾ സ്നാനപ്പെടുന്നില്ല, വരുന്നിടത്ത് കണ്ടോളാം. ഞാനിപ്പോൾ അന്യഭാഷ പറയുന്നില്ല, നരകത്തിൽ പോയാൽ പൊക്കോട്ടെ. ഈ വാചകങ്ങളൊക്കെ പറയുന്നവർ ഇസ്രയേലിൻ്റെ വാചകങ്ങൾ മറക്കരുത്. അന്ന് പീലാത്തോസ് എല്ലാവരുടെയും കൺമുൻപിൽ വെച്ച് വെള്ളം എടുത്തേച്ച് പറഞ്ഞു, ഈ നീതിമാനായ മനുഷ്യൻ്റെ കാര്യത്തിൽ ഞാൻ ഇടപെടത്തില്ല, അവൻ്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് പീലാത്തോസ് കൈ കഴുകി മാറി. കൈ കഴുകിയ പോകയില്ലെന്ന് ഞാൻ പിന്നെ പറയാം. കൈ കഴുകി മാറി. കൈ കഴുകി മാറിയ ഉടനെ ഇസ്രയേൽ ജനം പറഞ്ഞതാണ്, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ. അതെ, അവരുടെ മേൽ വന്നു. ദേ ഇൻവോക്ഡ് എ കേഴ്സ് ഫോർ ദംസെൽഫ്. ദൈവവുമായി ബന്ധപ്പെടുന്ന പ്രിയപ്പെട്ടവരെ, മറക്കല്ലേ മറക്കല്ലേ മറക്കല്ലേ. നമ്മുടെ മേൽ ശാപം നാം തന്നെ പറഞ്ഞു വെക്കാതെ ദയവായി ഒന്ന് ശ്രദ്ധിച്ചാലും. ദൈവം ഈ ശാപത്തിന് അനേകം നിവർത്തീകരണങ്ങൾ കൊടുത്തു. ഒരുപാട് നിവർത്തീകരണം, 1, 2, 3 ഒന്നും അല്ല, ഒരുപാട് നിവർത്തീകരണങ്ങൾ കൊടുത്തതിൽ ഇന്ന് വരെ വന്നതിൽ, ഇനി വരാൻ പോകുന്നു, ഇന്ന് വരെ വന്നതിൽ ഏറ്റവും വലുത് ഹിറ്റ്ലറുടെ കാലത്തായിരുന്നു. ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹിറ്റ്ലർ എങ്ങനെയാണ് കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ആളുകളെ പാർപ്പിച്ചിരുന്നത്? ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന 2 ചിത്രത്തിൽ തട്ടുകളായി അടിച്ച് ആളുകളെ അടുക്കിയിട്ടിരിക്കുന്ന കാഴ്ച കാണാം. തേങ്ങ ശേഖരിക്കുന്നിടത്ത് തേങ്ങ വാരിക്കൂട്ടുന്നത് പോലെ, ഇച്ചിരൂടെ വിശദമായി മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, കോഴിയെ വിൽക്കാൻ വെച്ചിരിക്കുന്ന കോഴിക്കൂടുകളിൽ ഈ ദിവസങ്ങളിൽ ചിക്കൻ കടകളിൽ ചിക്കനെ വാരിയിട്ടിരിക്കുന്നത് പോലെ ഇസ്രയേലിനെ വാരിയിട്ടിരിക്കുന്നത് കാണാം.
വിൽക്കാനിട്ടിരിക്കുന്ന ചിക്കന് നല്ല ആഹാരം കൊടുക്കാൻ കാര്യം അതിൻ്റെ തൂക്കം വർദ്ധിപ്പിച്ചെങ്കിൽ മാത്രമേ പുള്ളിക്ക് അതിൻ്റെ കടക്കാരന് പറ്റത്തുള്ളൂ. അതിൻ്റെ തൂക്കം വർദ്ധിപ്പിക്കണം. പക്ഷെ ഇവിടെ ഹിറ്റ്ലർക്ക് വേണ്ടത് തൂക്കം കുറയ്ക്കുകയായിരുന്നു. അതുകൊണ്ട് ഞെരുക്കത്തിൻ്റെ അപ്പവും കഷ്ടത്തിൻ്റെ വെള്ളവും കൊടുത്ത്, എന്ന് പറഞ്ഞാൽ ജീവൻ നിലനിൽക്കാൻ മാത്രം ആവശ്യമായ ആഹാരം കൊടുത്ത് അവരെ പോഷിപ്പിച്ചതാണ്. അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് പറഞ്ഞ ഇസ്രായേൽ പ്രഭുക്കന്മാരെ, പുരോഹിതന്മാരെ, മഹാപുരോഹിതന്മാരെ, നിങ്ങൾ അറിഞ്ഞില്ല നിങ്ങളുടെ മക്കളുടെ മേൽ നിങ്ങൾ വരുത്തി വെച്ചത് എന്തൊക്കെയാണെന്ന്. കോൺസെൻട്രേഷൻ ക്യാമ്പുകളാണ് ഈ കാണുന്നത്. കാണുന്നത് മരിച്ചുപോയ ഇസ്രായേലിയൻ്റെ അസ്ഥികൾ വാരിക്കൂട്ടിയതാണ്. ഞാനിവിടെ ഒരു ലൈൻ എഴുതിയിട്ടുണ്ട്. എനിക്കിത് വിശദീകരിക്കാൻ ഒക്കത്തില്ല. വിശദീകരിച്ചാൽ നമ്മുടെ സമയം പോകും. യെസ്, ദി ബ്ലഡ് കെയിം ഓൺ ദം സോ ബാഡ്ലി. ചരിത്രത്തിൽ എഴുതിയിരിക്കുന്നതിൽ, ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ ഏറ്റവും വില കുറഞ്ഞ വളം യൂറോപ്പിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് കയറ്റി അയച്ചത് ഇസ്രായേൽ മക്കളുടെ എല്ലുപൊടിയാണ്. അവൻ്റെ എല്ല് ഊരി പൊടിച്ചതാണ് ഏറ്റവും വില കുറഞ്ഞ വളം. അവരുടെ മാംസം അഴുകിയ കമ്പോസ്റ്റ് ആയിരുന്നു ലോകത്തിൽ വിറ്റതിൽ ഏറ്റവും വില കുറഞ്ഞ വളം. അവരുടെ കൊഴുപ്പ് വലിച്ചെടുത്തുണ്ടാക്കിയ സോപ്പായിരുന്നു യൂറോപ്പിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വില കുറച്ച് വിറ്റ ബാർ സോപ്പ്. അതായിരുന്നു. സ്ത്രീകളെ, ഞാൻ ഏതറ്റം വരെ പോകണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നിർബന്ധമായി ഇസ്രായേലിലെ പെൺകുട്ടികളെ പിടിച്ച് അവരെ നാസികളുടെ പട്ടാളക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ച് ഗർഭിണികളാക്കുകയും ഓരോ ദിവസം കഴിയും തോറും ഒരു ദിവസം പ്രായമുള്ള കുഞ്ഞിനെ കണ്ടാൽ എങ്ങനെ ഇരിക്കുമെന്ന് കാണുവാൻ ജീവനോടെ ആ പെൺകൊച്ചിന് യാതൊരു അനസ്തഷ്യയും കൊടുക്കാതെ വയറ് പിളർന്ന് കീറി ആ കുഞ്ഞിനെ പഠിക്കുകയും 2 ദിവസം 3 ദിവസം 4 ദിവസം 5 ദിവസം ഒരാഴ്ച 2 ആഴ്ച എന്നിങ്ങനെ മനുഷ്യന് അമ്മയുടെ ഉദരത്തിൽ വെച്ച് ഉണ്ടാകുന്ന ചേഞ്ചസ് പഠിക്കേണ്ടതിന് മെഡിക്കൽ സയൻസിന് വലിയൊരു അസറ്റായിരുന്നത് ഉപയോഗിച്ചത് ഇസ്രായേലി പെൺകുട്ടികളെയാണ്. പിതാക്കന്മാരെ, ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് പറഞ്ഞ് യേശുവിൻ്റെ രക്തത്തെ തള്ളിപ്പറഞ്ഞത് അങ്ങനെ പോന്നതല്ല. ഈ കാര്യം മറക്കരുത്. ലോകചരിത്രത്തിൽ ഏറ്റവും നീചമായി ഉപദ്രവിക്കപ്പെട്ട ഒരു സംഘമാണ് ഇസ്രായേൽ. കഴിഞ്ഞ ദിവസം അവരെ കൊണ്ട് 10,000 പേരെ പിടിച്ചുകൊണ്ട്, അതൊരു വലിയ കാര്യമൊന്നും അല്ല. ആ പഴയ പിരാക്ക് കിടക്കുകയാണ്. പഴയ ആ പിരാക്ക് വാങ്ങിവെച്ചതേ കിടക്കുകയാണ്. അതിങ്ങനെ മാറുന്നില്ല. ഹിറ്റ്ലറുടെ വേറെ ചില രംഗങ്ങൾ ഞാനൊന്ന് എടുത്തു കാണിച്ചു എന്ന് മാത്രം. സ്ത്രീകളെയും ഇതുപോലെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലാക്കിയത്. പക്ഷേ ഹിറ്റ്ലറെ നിനക്കെന്നെ പറ്റിടാ. നിന്നെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനാകും, നിന്നെ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകുമെന്ന് അബ്രഹാമിനോട് പറഞ്ഞൊരു വാഗ്ദത്തം ഉണ്ടല്ലോ. 1889 ഏപ്രിൽ മാസം 20-ാം തീയതിയാണ് ഹിറ്റ്ലറുടെ ജനനം. ഞാൻ വിശദീകരിക്കുന്നില്ല. തൻ്റെ അപ്പൻ തന്നെ സ്നേഹിച്ചിരുന്നില്ല, താൻ അപ്പനെയും സ്നേഹിച്ചിരുന്നില്ല. അമ്മയും മോനും കൂടെ ആയിരുന്നു വലിയ ബന്ധം. തൻ്റെ 17-ാമത്തെ വയസ്സിൽ അമ്മയുടെ മരണത്തോടെ ഹിറ്റ്ലർ ആകപ്പാടെ നിരാശനാകുകയും ജർമ്മനിയുടെ ആർമിയിൽ ചേരുകയും ചെയ്തു. ലോകമഹായുദ്ധത്തിൽ ജർമ്മനി തോൽക്കുകയും ആ തോറ്റതിൻ്റെ കാരണക്കാർ ഇസ്രായേല്യരാണ്, അവർ ബാക്ക് സ്റ്റാബ് ചെയ്തതാണ്, അവർ പിൻപിൽ നിന്ന് ചതിച്ചതാണ് എന്നൊരു ചിന്തയുണ്ടാകുകയും ആകയാൽ ഇസ്രായേലിനെ നശിപ്പിക്കാം എന്ന് ഹിറ്റ്ലർ തീരുമാനിക്കുകയും ചെയ്തു. ഹിറ്റ്ലറെ നീ നശിപ്പിച്ചു സത്യം, പക്ഷേ നീയും ഒടുവിൽ വെടിവെച്ച് ചാകുകയായിരുന്നു. തൻ്റെ ഈ പടത്തിലോട്ടൊന്ന് നോക്കിക്കോണേ. തൻ്റെ വലത്തുവശത്ത് ഹിറ്റ്ലറുടെ ഫോട്ടോയുടെ മേളിൽ ഒരു ക്രോസ് മാർക്ക് ഇട്ട് വെച്ചിരിക്കുന്നത് കാണാമോ? ഇത് ഡിഫൻസിൻ്റെ ഒരു ശൈലിയാണ്. 25 പേർ ഒരുമിച്ച് ആ യുദ്ധാഭ്യാസം തികഞ്ഞു. അവൻ യുദ്ധരംഗത്തേക്ക് പോയി. എവിടെയെങ്കിലും ഒരുത്തൻ അവൻ്റെ പെശക് കൊണ്ട് ചത്തുപോയാൽ ആ ഗ്രൂപ്പ് ഫോട്ടോ, ഈ ക്ലാസ് ഒരുമിച്ചെടുത്ത ഒരു ഗ്രൂപ്പ് ഫോട്ടോ കാണും. ആ ഗ്രൂപ്പ് ഫോട്ടോയിൽ അവൻ്റെ മുഖത്ത് തണ്ട് ഇതുപോലൊരു വര വരച്ച് വിടുകയാണ് ആ മിലിറ്ററിയുടെ ശൈലി. ഞാനും ഒത്തിരി പാസ്റ്റർമാർക്ക് വരച്ചു വിട്ടിട്ടുണ്ട്. കാര്യം നന്നായി നിന്നതാണ്, യോഗ്യമായി ഓടിയതാ. വഴിയിൽ സ്വന്തം കുറ്റം കൊണ്ട് വീണുപോയതാൽ വരച്ചു മാറ്റുക അല്ലാതെ മാർഗമില്ല. ഹിറ്റ്ലറോട് അത് തന്നെ ലോകം ചെയ്തു. ഹിറ്റ്ലറെ, അദ്ദേഹത്തെക്കുറിച്ച് ചരിത്രം എഴുതി വച്ചിരിക്കുന്നത് എ man who never had any special talents during his young age and never done anything good to the humanity. ലോകത്തിന് പ്രയോജനമുള്ളത് ഒന്നും ചെയ്യാത്ത ഒരു മനുഷ്യൻ, ജീവിതത്തിൽ സ്വന്തമായി താലന്തുകൾ ഒന്നും കൈകാര്യം ചെയ്തിട്ടില്ലാത്ത, വെറും നശീകരണത്തിന് വേണ്ടി മാത്രം പിശാച് അഭിഷേകം ചെയ്തു വിട്ട, ദൈവകോപം ഇസ്രായേലിൻ്റെ മേൽ നടത്തുവാൻ ദൈവം ഒരുക്കിയ ഒരു മനുഷ്യനായിരുന്നു അഡോൾഫ് ഹിറ്റ്ലർ. ഹിറ്റ്ലറുടെ ഒരുപാട് രംഗങ്ങളുണ്ട്, വിശദീകരിച്ചാൽ തീരത്തില്ല. ഹിറ്റ്ലർ ചത്തുവീണു, സ്വന്തം വെടിവെക്കുകയായിരുന്നു.
തൻ്റെ ഭാര്യ തൻ്റെ കൂടെ ചില ദിവസങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. അവൾക്ക് ഹിറ്റ്ലർ എന്ന പേരുപയോഗിച്ചൊന്ന് സൈൻ ചെയ്യണമെന്നൊരു നിർബന്ധം. അവർ തമ്മിൽ വിവാഹം നേരത്തെ പറഞ്ഞു വെച്ചിരുന്നെങ്കിലും വിവാഹം കഴിച്ചിരുന്നില്ല. തനിക്കിന് വിവാഹത്തിന് സമയമില്ലെന്നും 1-2 മാസങ്ങൾക്ക് കണ്ടൻ തീർന്നു പോകുമെന്നും ഹിറ്റ്ലർക്ക് നന്നായി അറിയാമായിരുന്നു. ഹിറ്റ്ലറുടെ പേഴ്സണൽ ലൈഫ് എടുത്തു പഠിച്ചാൽ കാണാം, അദ്ദേഹത്തെ പോലെ മനസ്സുകൊണ്ട് നീറിയവൻ വേറെ ഉണ്ടായിരിക്കയില്ല. ജർമ്മനിയിലുള്ള പ്രധാന ഡോക്ടേഴ്സിനെ മുഴുവനും വിളിച്ചു വരുത്തി ആത്മഹത്യയ്ക്കുള്ള എളുപ്പവഴി എന്താണെന്നും ഏത് രീതിയിലാണ് ആത്മഹത്യ ചെയ്യേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു. ആത്മഹത്യയ്ക്ക് പകരം സറണ്ടർ ചെയ്യുകയായിരിക്കും നല്ലത്, നാസികളുടെ സൈന്യം റഷ്യയ്ക്ക് കീഴടങ്ങുകയായിരിക്കും നല്ലത് എന്ന് അനേകർ അദ്ദേഹത്തെ ഉപദേശിച്ചെങ്കിലും ഇല്ല, മരിക്കുകയേ ഉള്ളൂ, ഞാൻ കീഴടങ്ങുകയില്ല എന്ന് പറഞ്ഞു. തൻ്റെ ഭാര്യയാകേണ്ടതിന് വേണ്ടി ഞാൻ അമ്മയുടെ പേര് മറന്നും പോയി. ഇവ എന്നായിരുന്നു അവിടെ പേര്. അവൾക്കൊരു വലിയ താല്പര്യമുണ്ടായിരുന്നു ഹിറ്റ്ലറുടെ ഭാര്യ എന്ന പേരിൽ ഒരിക്കലെങ്കിലും സൈൻ ചെയ്യണമെന്ന്. അതിനുവേണ്ടി പ്രത്യേകിച്ച് മരണത്തിൻ്റെ ചില ദിവസങ്ങൾക്ക് മുന്നമേ ഒരു പുരോഹിതനെ വിളിച്ചു വരുത്തി ആ പുരോഹിതൻ്റെയും രാജ്യത്തിലെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ്റെയും മുമ്പിൽ വെച്ച് വിവാഹ രജിസ്റ്ററിൽ സൈൻ ചെയ്യുകയും അതിനകത്ത് മിസ്സസ് ഇവ ഹിറ്റ്ലർ എന്ന് അവൾ എഴുതി സൈൻ ചെയ്യുകയും ചെയ്തു. ആ ഒറ്റ സിഗ്നേച്ചറെ അവൾക്ക് നടന്നിട്ടുള്ളൂ. അങ്ങനെ ഒരു സൈൻ ചെയ്തു. ചില ദിവസങ്ങൾക്ക് ശേഷം അവൾക്ക് തിന്നു മരിക്കേണ്ടതിന് ടാബ്ലറ്റുകൾ കൊടുക്കുകയും തന്നോട് കൂടെയുള്ള എല്ലാവർക്കും തോക്കുകളും ടാബ്ലറ്റുകളും അദ്ദേഹം കൊടുക്കുകയും ചെയ്ത ശേഷം തന്നെത്താൻ തോക്കുവെടുത്ത് വെടിവെച്ചു പോയി, നിന്നെ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവനായിരിക്കും, നിന്നെക്കൊണ്ടൊരു ശാപകരമായ കുറ്റത്തിനു വേണ്ടി ഇസ്രായേലിനെതിരെ ഉപയോഗിച്ചു, എന്നാൽ നീയും ഇത് തന്നെയായിരിക്കും. പലപ്പോഴും രണ്ടുപേരെ തമ്മിൽ ദൈവം കൂട്ടിയടിപ്പിക്കുന്നു. ദുഷ്ടനെയും കൂടെ ദൈവം പലപ്പോഴും കൂട്ടിയടിപ്പിക്കാറുണ്ട്. യേശുവിൻ്റെ രക്തം കൊണ്ട് ഇസ്രായേലിന് ലഭിച്ചത് ഇതാണ്, അത് നമ്മുടെ മേൽ വരാതിരിക്കട്ടെ. പീലാത്തോസ് ആണെങ്കിൽ എന്തു ചെയ്തു? വെള്ളമെടുത്ത് കൈ കഴുകി. എൻ്റെ ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം മാറി. ചരിത്രം പീലാത്തോസിനെ കുറിച്ച് പറയുന്നത് താൻ പിന്നത്തേതിലൊരു ഭ്രാന്തനായി മാറിയെന്നും ഒന്നും കഴിക്കാനൊക്കാതെ എൻ്റെ കയ്യിൽ രക്തമെന്ന് പറഞ്ഞ് വെള്ളം കാണുന്നിടത്തൊക്കെയും കൈ കഴുകിക്കൊണ്ട് നടന്നാണ് ആ മനുഷ്യൻ മരിക്കുന്നത്. ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ പീലാത്തോസെ അങ്ങനെ രക്ഷപ്പെടാൻ ഒക്കത്തില്ല. അതാ പെന്തക്കോസ്തുകാരുടെ കാര്യമാ, അവർ നോക്കിക്കോട്ടെ, എനിക്കതിനകത്ത് പങ്കില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ആർക്കും ഒക്കത്തില്ല. ഒരിക്കൽ ഇതുമായി ഡിഡ് യു കം അക്രോസ്? അതെ, ഇതിന് വില കൊടുത്തേ പറ്റൂ. ഈ പുസ്തകം അകത്തും പുറത്തും എഴുത്തുള്ളതാ. ഞാൻ പറഞ്ഞില്ല, ഇന്ന് ഞാൻ വിശദീകരിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇതായിരിക്കും. തൻ്റെ ജീവിതത്തിൽ ഇതിനകത്ത് പങ്കില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുവാൻ ശ്രമിച്ചതായ പീലാത്തോസിന് ഒഴിഞ്ഞു മാറുവാൻ കഴിഞ്ഞില്ല. അവൻ വെള്ളമെടുത്ത് കൈ കഴുകുകയും അങ്ങനെ കൈ കഴുകി ഭ്രാന്തനായി തീരുകയും ചെയ്തു. അവൻ്റെ രക്തം ഇസ്രായേലിൻ്റെ മേൽ ശാപകാരണമായി മാറി. ഇനിയും വരാനിരിക്കുന്നു പലതും, ഇനിയും വരാനിരിക്കുന്നു. ഞാൻ ആ ഭാഗത്തോട്ട് വന്നോളാം. അവൻ്റെ പുത്രൻ അതേസമയം നമ്മെ സംബന്ധിച്ചിടത്തോളം യോഹന്നാൻ്റെ സുവിശേഷം 1 യോഹന്നാൻ 1:7 അവൻ്റെ പുത്രനാകുന്ന യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ആൻഡ് ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഹിസ് സൺ ക്ലെൻസസ് ഫ്രം ഓൾ സിൻസ്. പീലാത്തോസേ, അങ്ങയുടെ കയ്യിൽ ഇത് രക്തമായിരുന്ന് അങ്ങയ്ക്ക് ഇത് ജീവനാശമായി ഭവിച്ചു. ഞങ്ങളുടെ മേൽ വരട്ടെന്ന് പറഞ്ഞ ഇസ്രായേലെ സത്യമായി നിങ്ങളുടെ മേൽ വന്നു. എന്നാൽ ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളെ, അവൻ്റെ പുത്രനാകുന്ന യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിച്ച രക്തമാണ്. നമ്മെ ശുദ്ധീകരിച്ചു എന്ന് മാത്രമല്ല, ഈ ദിവസങ്ങളിൽ ഗൗരവമായി ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന വേറെ അടുത്തൊരു കാര്യത്തിലേക്ക് പോകാം. എന്നാണ് ഈ രക്തം ആരംഭിച്ചത്? വരുന്നുണ്ട് ഇങ്ങോട്ട്. എന്നാണ് ഈ രക്തം ആരംഭിച്ചത്? വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ലോകസ്ഥാപനത്തിന് മുന്നമേ ശാസ്ത്രീയ ഭാഷയിൽ ഇന്നേക്ക് 4.45 ബില്യൺ വർഷങ്ങൾക്ക് പുറകിൽ ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുന്നമേ കുരിലിറക്കപ്പെട്ട കുഞ്ഞാടായി ദൈവ കുഞ്ഞാടിനെ മാറ്റി നിർത്തി. 21-ാമത്തെ നൂറ്റാണ്ടിൽ ബഥേലിൽ വന്നിരിക്കുന്നവരും ഇന്നത്തെ സന്ദേശം കേൾക്കുന്നവരുമായ 10,000 ഭൂമിയിലുണ്ട്. എനിക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ എന്നോട് പറഞ്ഞിരിക്കുന്നത് അനുസരിച്ച് ഹാർവസ്റ്റ് ടെലിവിഷനിലൂടെ ഏതാണ്ട് 50 ലക്ഷത്തിലധികം ആളുകൾ ഇന്ന് രാവിലെ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുക. ഈ കേൾക്കുന്ന കേൾവിക്കാർ മുഴുവനും യൂട്യൂബിൽ കാണുന്ന ഒത്തിരി പേരുണ്ട്, ഫേസ്ബുക്കിൽ കാണുന്ന ഒരുപാട് പേരുണ്ട്, വ്യത്യസ്ത മീഡിയകളിൽ അവിടെയും ഇവിടെയും ഒരുപാട് ലോക്കൽ കേബിൾ ഓപ്പറേറ്റേഴ്സ് നമ്മുടെ മെസ്സേജ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നവരുണ്ട്. ഇതിനകത്തെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ഇന്ന് പകൽ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ലോകസ്ഥാപനത്തിന് മുന്നമേ, ഞാനും നിങ്ങളും ജനിക്കുന്നതിന് മുന്നമേ നമ്മുടെ പാപങ്ങളിൽ നിന്നും വിടുവിക്കേണ്ടതിന് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തം മാറ്റിവെച്ചു. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. ഏതിനെയാണ്? സാത്താനെ നമസ്കരിക്കും.
യോബിൻ്റെ പുസ്തകം 38:4 മുതൽ 6 വരെ അതൊരു റിവിഷൻ മാത്രമാണ് ബേഥേലിനെ സംബന്ധിച്ചിടത്തോളം. പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാവരും സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ 104-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാം വാക്യത്തിലും ഇതുണ്ട്: ദൈവം ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, അതിനു മുന്നമേ തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ കുരിലിറക്കപ്പെട്ട കുഞ്ഞാടായി മാറ്റി നിർത്തിയിരുന്നു. ബട്ട് ദ ക്വസ്റ്റ്യൻ ഈസ്, വാസ് ഹി മാനിഫെസ്റ്റഡ് അറ്റ് ദാറ്റ് ടൈം? ഈ ലോകസ്ഥാപനത്തിന് മുന്നമേ കുഞ്ഞാട് വെളിപ്പെട്ടു വന്നിട്ടുണ്ടോ? ഇല്ല. ദൈവം അവനെ മാറ്റി നിർത്തി. ഇറ്റ് വാസ് പ്രോമിസ്ഡ് ബട്ട് നെവർ ഡെമോൺസ്ട്രേറ്റഡ്. ലോകസ്ഥാപനത്തിന് മുന്നമേ പുത്രനെ പ്രദർശിപ്പിച്ച് കാണിച്ചില്ല. അനേക ഇടങ്ങളിൽ അതിൻ്റെ മാതൃകകൾ നടക്കുമ്പോൾ പുത്രനെ പ്രദർശിപ്പിച്ച് കാണിക്കാതെ അതിൻ്റെ മാതൃകകൾ മാത്രം നടന്നു. എബ്രായ ലേഖനം 9-ാമത്തെ അധ്യായത്തിൽ, എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 28 വരെയുള്ള വാക്യം സത്യത്തിൽ ഒന്ന് വായിക്കേണ്ടതാണ്. ഒന്ന് വായിക്കാമോ? എൻ്റെ സമയം പോയാൽ എനിക്ക് ഇടം വരെ എത്തുമെന്ന് അറിയത്തില്ല. ഒക്കുന്നിടത്തോളം ധൃതിയിൽ ഞാൻ പോകട്ടെ. ഒരു മിനിറ്റ് പോലും ഞാൻ കളയാറില്ല. ഞാൻ അധികം കഥ പറയാറില്ല. കഴിവുണ്ട്, പാട്ട് പാടത്തില്ല. കാര്യം എനിക്ക് കഴിവില്ല. ഇന്നാണെങ്കിൽ ഒരു പാട്ട് പ്രൊജക്റ്റ് ചെയ്യണമെന്നുണ്ട്. എല്ലാവരും പാടുമ്പോൾ സന്തോഷിക്കുക മാത്രമേ എനിക്ക് ഒക്കത്തുള്ളൂ. ഞാൻ സമയം കളയാറില്ല. മാക്സിമം സമയം പ്രയോജനപ്പെടുത്തുക മാത്രമേ ഉള്ളൂ. ദയവായി വായിക്കാം. എബ്രായ ലേഖനം 9-ാം അധ്യായം 11 മുതൽ 28 വരെ 2-3 വാക്യം വായിച്ചാൽ നിർത്തുകയേ പറ്റുള്ളൂ. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണി അല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന ഭസ്മവും ജഡീക ശക്തി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. ബ്രദറെ, അവിടെ കൊണ്ട് നിർത്താനേ പറ്റത്തുള്ളൂ. 28 വരെയുള്ള വാക്യങ്ങൾ കഴിവുള്ളവർ ദയവായി അവരവരുടെ സമയങ്ങളിൽ വായിക്കാനായി നോട്ട് ചെയ്താലും, ലോകസ്ഥാപനത്തിനു മുന്നമേ ക്രിസ്തുവിനെ പിതാവായ ദൈവം വേർതിരിച്ചു. അന്നു മുതൽ അനേക സൂചനകൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് തന്നിരുന്നു. പക്ഷേ പ്രത്യക്ഷത്തിൽ വെളിപ്പെട്ടത് കാലത്തികവെങ്കിൽ സ്ത്രീയുടെ നിന്ന് ജനിച്ചവനായി, കന്യകാസൂതനായി ഇറങ്ങി വന്നവനായി ഒറ്റ പ്രാവശ്യമേ അക്ഷരീകമായി മാനിഫെസ്റ്റ് ചെയ്തുള്ളൂ, വെളിപ്പെടുത്തിയുള്ളൂ. പക്ഷേ ആത്മീയ അർത്ഥത്തിൽ അനേക പ്രാവശ്യം ക്രിസ്തു വെളിപ്പെട്ടിരുന്നു. അന്ന് പശുക്കിടാക്കളുടെ രക്തമായി, ആട്ടുകൊറ്റന്മാരുടെ രക്തമായി, മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശു ഭസ്മമായി അനേക രൂപങ്ങളിൽ വെളിപ്പെട്ടെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മനസാക്ഷികളെ നിർമ്മലീകരിക്കുവാൻ ആ രക്തം ഇന്നും വലുതാണ്. ആ രക്തം നമ്മോടുകൂടെ ഉണ്ട്. ഈ രക്തത്തിൻ്റെ പ്രത്യേക വെളിപ്പെടലുകൾ, മിസ്റ്റിക്കൽ മാനിഫെസ്റ്റേഷൻസ്. യഹോവയായ ദൈവം ആദമനും അവൻ്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ടൊരു ഉടുപ്പുണ്ടാക്കി. തൻ്റെ താഴത്തെ അറ്റത്ത് ഞാൻ കാണിച്ചിരിക്കുന്ന ആ ഒരു ഫിഗറിനകത്ത്, ഈ ഒരു ഫിഗറിനകത്ത് ആദം ഹവ്വമാരുടെ യാഗത്തെയാണ് കാണിക്കുന്നത്. ഏദനിൽ യേശു അറുക്കപ്പെട്ടില്ല, പക്ഷെ അറുക്കപ്പെടാൻ പോകുന്ന യേശുവിൻ്റെ നിഴലായി കാണിച്ചു. രണ്ടാമത്തെ പിക്ചറിനകത്ത് നോഹയുടെ ജലപ്രളയത്തിങ്കിലെ യാഗമായിരുന്നു. അതിനകത്ത് ഉടമ്പടികളുടെ ദൈവമായി തന്നെ കാണിച്ചു. മൂന്നാമത്തേത് അബ്രഹാം തൻ്റെ മകനെ യാഗം കഴിക്കാൻ പോകുമ്പോൾ പകരം ഒരു ആട്ടിൻകുട്ടിയെ കൊടുത്തുകൊണ്ട്, നിന്റെ കുഞ്ഞിനെ യാഗം കഴിക്കണ്ട, നിന്റെ അനുസരണം മാത്രം മതി, എൻ്റെ മകൻ യാഗമാകാമെന്ന് പറഞ്ഞു വിട്ടു. അതിനടുത്ത് നമ്മൾ കാണുന്നത് നാലാമത്തേത് ഇസ്രായേൽ ജനത്തിന് മരുഭൂമിയിൽ മോശ കൊടുത്ത പ്രമാണമാണ്. നിങ്ങൾ പെസഹ കുഞ്ഞാടിനെ അറുത്ത് കട്ടിളക്കാൽ 2ന്റെ മേലും കുറുമ്പടി മേലും പുരട്ടേണം, ഞാൻ ആ ഭവനം വിട്ട് മാറിപ്പോകും എന്ന് പറഞ്ഞു. ഏറ്റവും ഒടുവിൽ കൊടുത്തിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശിനെ ചിത്രീകരിക്കുന്നതായിരുന്നു മറ്റുള്ള എല്ലാ ചിത്രീകരണങ്ങളും. എന്തൊക്കെയായിരുന്നു രക്തത്തിൻ്റെ പ്രധാന കടമകൾ, കർത്തവ്യങ്ങൾ? 1, ഫോർ ദ റെമിഷൻ ഓഫ് സിൻ. ജോൺ 1:7, അവൻ്റെ പുത്രനാകുന്ന യേശുവിൻ്റെ രക്തവും സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ഞാൻ പറഞ്ഞാൽ ഇന്ന് ഇത് എടുക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തോട് ഇടപെട്ടു. ഇന്ന് രാവിലെ ഒരു അല്പസ്വല്പം ദുഃഖത്തോടും സങ്കടത്തോടുമാണ് പലരും വന്നത്. ഈ ചർച്ചിനകത്ത് വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും എൻ്റെ സ്വന്തമായി കാണാൻ കർത്താവ് എനിക്കൊരു കൃപ തന്നു. എല്ലാ പാസ്റ്റർമാർക്കും ഉണ്ടത്. ഒരു പാസ്റ്ററൽ അനോയിൻറ്റിങ് ലഭിച്ച സകലർക്കും, ലീഡർഷിപ്പിലേക്ക് വിളിയുള്ള എല്ലാവർക്കും തന്നെ അതിൻ്റെ ലാഞ്ചന ഉണ്ടെങ്കിലും ഒരു പാസ്റ്ററൽ അനോയിൻറ്റിങ് വിളിച്ച പലർക്കും അതിൻ്റെ അതുണ്ട്.
എൻ്റെ സ്വന്തമായി എല്ലാവരെയും കാണുന്നതിനാൽ ചർച്ചിൽ നിന്ന് പ്രായമായിപ്പോലും പ്രായമില്ലാതെ പോലും ഒരു വ്യക്തി കടന്നുപോയാൽ അതിൻ്റെ ദുഃഖമുണ്ട്. അകാലമായ മരണങ്ങളെ ഇന്ന് പകൽ നമ്മൾ വീണ്ടും ശാസിക്കും. ഞാൻ അവിടോട്ട് വരും. അവൻ്റെ പുത്രനാകുന്ന യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. എബ്രായർ 9:22 രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. രണ്ടാമത്തെ പർപ്പസ് രോഗസൗഖ്യത്തിന് വേണ്ടിയാണ്. 1 പത്രോസ് 2:24 അവൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇവിടെ ഒരു പദം ഞാൻ ചേർക്കുവാൻ ആഗ്രഹിക്കുന്നു. ഡോക്ടർ ഡെറിക് പ്രിൻസ് മുതൽ ദൈവവചനം നന്നായി ഗ്രഹിച്ചവർ ഒക്കെ പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ കാൽവരിയിലെ മുറിവുകൾ നമ്മുടെ രോഗത്തിൻ്റെ പരിഹാരത്തിനും, യേശുക്രിസ്തുവിൻ്റെ കാൽവരിയിലെ ചതവുകൾ തന്നെ ഒരുപാട് ചതഞ്ഞതാകട്ടോ. കുരിശുമരവുമായി തറയിൽ വീഴുന്ന വീഴ്ചയിൽ ശരീരം മുഴുവനും തകർന്നു, ചതഞ്ഞു. തൻ്റെ കയ്യിലും കാലിലും ആണികൾ അടിക്കുമ്പോൾ, തൻ്റെ ആളുകൾ യേശുവിനെ മുഷ്ടി ചുരുട്ടി കുത്തുമ്പോൾ തൻ്റെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും ചതഞ്ഞു. മുറിവിനേക്കാൾ വേദനാജനകമാണ് ചതവ്. മുറിവ് വേഗത്തിൽ പൊറുക്കുമെങ്കിലും ചതവ് അത്ര വേഗത്തിൽ പൊറുക്കുകയില്ല. ക്രിസ്തുവിൻ്റെ കാൽവരിയിലെ മുറിവുകൾ ബൈബിളിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, സത്യമായിട്ടും ഇല്ല. പിന്നെ എന്തുകൊണ്ട് പറഞ്ഞു? വെളിപ്പാടുള്ളവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, എനിക്കും പ്രാപിച്ചാൽ കൊള്ളാമെന്ന ആശയമുണ്ട്. മുറിവുകൾ യേശുവിൻ്റെ നമ്മുടെ രോഗത്തിനും ചതവുകൾ നമ്മുടെ ശാപത്തിനും വേണ്ടി യേശു ഏറ്റെടുത്തു. തൻ്റെ മുറിവുകൾക്കും ചതവുകൾക്കുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആകയാൽ ഇന്ന് പകൽ സ്വതന്ത്രരാകുവാൻ ദൈവകരങ്ങളിൽ കർത്താവ് നമുക്ക് പദവി തന്നു. ഒന്ന്, ഇറ്റ്സ് ഫോർ ദ റെമിഷൻ ഓഫ് സിൻ, പാപങ്ങളുടെ മോചനത്തിനാണ്. യോഹന്നാൻ 1:7 അവൻ്റെ പുത്രനാകുന്ന യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. എബ്രായർ 9:22 രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. ഇത് ദൈവത്തിൻ്റെ വ്യവസ്ഥയാണ്. രണ്ടാമത്തെ പർപ്പസ് നമ്മുടെ രോഗശാന്തിക്കും നമ്മുടെ ശാപത്തിൻ്റെ പരിഹാരത്തിനുമാണ്. ഫോർ ദ റെമിഷൻ ഓഫ് സിൻ. ഓക്കെ, ഐ ഹാവ് ഓൾറെഡി എക്സ്പ്ലെയിൻഡ്. മുറിവുകൾ രോഗത്തിനും ചതവുകൾ ശാപത്തിനും വേണ്ടി എന്ന് എടുത്തു പറഞ്ഞു. മേജർ പർപ്പസസ് രണ്ടാമത്തെ ചാപ്റ്ററിലോട്ട് പോകുകയാണ്. ഫോർ ഓൾ ടൈപ്പ് ഓഫ് ഇനിക്വിറ്റീസ് ആൻഡ് അവർ പീസ്. യെശയ്യാവിൻ്റെ പുസ്തകം 53:5-6 വാക്യങ്ങളിൽ അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 53-ാം അധ്യായം 5-6 വാക്യങ്ങളിൽ, എന്നാൽ അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇന്ന് രാവിലത്തെ സഭായോഗത്തിന് അറ്റൻഡ് ചെയ്യുന്ന ദൈവ പൈതൽ വിശ്വാസത്താൽ ഇത് ഏറ്റെടുക്കുമെങ്കിൽ ഇന്നൊരു വലിയ പ്രൊട്ടക്ഷൻ എൻ്റെയും നിങ്ങളുടെയും മേലിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ ശരീരത്തുണ്ടായ നെർവസ് ഡാമേജ് ഒന്ന് തൊടുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദ നെർവസ് ഡാമേജ് ഞാൻ എളുപ്പം അങ്ങ് തൊട്ടുവിടാം. റോൺ ചാൾസ് ആണ് അതിനെക്കുറിച്ച് ഇവിടെ വിശദമായി സംസാരിച്ചത്. ഞാൻ അദ്ദേഹത്തിൽ നിന്നാണ് കേട്ടത്. ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വെളിയിൽ വരുമ്പോൾ ഒരൊറ്റ പ്രസംഗം എനിക്കറിയത്തില്ലായിരുന്നു. യാതൊരു പോയിന്റും അറിയത്തില്ല, ഒരക്ഷരം പോലും അറിയത്തില്ലായിരുന്നു. കേട്ടും കണ്ടും വായിച്ചും പഠിച്ചത് മാത്രമേ ഉള്ളൂ. ദൈവം വെളിപ്പെടുത്തി തന്ന വെളിപ്പാടുകൾക്കായി സ്തോത്രം. അതർവൈസ് എല്ലാം കേട്ടും കണ്ടും പഠിച്ചതാണ്. റോൺ ചാൾസിൽ നിന്ന് പഠിച്ചതിലെ ഒരു പ്രധാന കാര്യം അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ ശരീരത്തിൻ്റെ നരമ്പുകൾ അന്യോന്യം സഹായിക്കുന്നതാണ്. ഇന്ന് നടന്നു പോകുമ്പോൾ ഒരു കല്ല് കയറി ചവിട്ടി ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ട ഇൻറ്റേർണൽ ഓർഗൻസിൽ നിന്ന് മുഴുവനും നരമ്പുകൾ കാലിൻ്റെ വെള്ളയിൽ വരും. ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേട്ടോണം. ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. റോൺ ചാൾസിൽ നിന്നാണ് ആദ്യം കേൾക്കുന്നത്. ഈ സ്റ്റേജിലാണ് റോൺ ചാൾസ് പ്രസംഗിച്ചത്, അവിടുന്ന് ഞാൻ ആദ്യം കേൾക്കുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസിൽ നിന്നൊക്കെയും വരുന്ന നരമ്പുകൾ കാലിൻ്റെ വെള്ളയിൽ വന്ന് നിൽക്കും. അതുകൊണ്ടാണ് ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഭാഗമായി മണലിനകത്തൂടെ നടക്കുക, മുള്ളുപോലെ ഇരിക്കുന്ന ചെരുപ്പിട്ടുകൊണ്ട് നടക്കുക. ഇങ്ങനെ കാലിൻ്റെ വെള്ളയ്ക്ക് കൊടുക്കുന്ന മസാജുകൾ ശരീരത്തിന് മുഴുവനും ഇഫക്റ്റ് ആകുമെന്ന് പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കാലിൻ്റെ വെള്ളയ്ക്കൊരു മുറിവുണ്ടായാൽ അത് ശരീരത്തെ മുഴുവനും ബാധിക്കയില്ലേ? ബാധിക്കും. പക്ഷേ നരമ്പുകൾക്ക് സെൽഫ് എസ്കേപ്പിംഗ് ഫെസിലിറ്റി എന്ന ഒരു ഫിനോമിന ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഞാൻ മെഡിക്കൽ സയൻസ് പഠിച്ചിട്ടില്ല. മെഡിക്കൽ സയൻസ് കംപ്ലീറ്റ് ചെയ്തവരാരും ഇല്ല. കാര്യം പല അസുഖത്തിനോടെ ചെന്നാൽ ഒരു പിടിയില്ലെന്ന് പറഞ്ഞ് വിടുകയാണ്. കാര്യം ഇത് കംപ്ലീറ്റ് ആരും പഠിച്ചില്ല എന്നുള്ളത് ഉറപ്പാണ്. നമുക്ക് ലഭിച്ച അറിവുകൾക്കായി സ്തോത്രം. എല്ലാ മണ്ഡലത്തിലും അങ്ങനെ മുഴുവൻ അറിയാവുന്ന ഒരു ഭൂമിയിൽ ആരുമില്ല.
കഴിഞ്ഞ ദിവസം എനർജിയെക്കുറിച്ച് പറയുന്നത് കേട്ടു. ഞാൻ പല പ്രാവശ്യവും ആവർത്തിച്ചു. മിഷേക്കാക്കുവിൻ്റെ അഭിപ്രായത്തിൽ ഭൂമിയിൽ നിലവിലുള്ള എനർജിയുടെ 4% മാത്രമേ മനുഷ്യന് വിവരമുള്ളൂ. അതിനെക്കുറിച്ച് അറിയാമെന്നല്ല, ഒരു കേട്ടുകേഴ്വിയെങ്കിലും ഉള്ളത് 4% എനർജിയെക്കുറിച്ചേ ഉള്ളൂ. 94%-നെ കുറിച്ച് മനുഷ്യന് യാതൊരു വിവരവും ഇല്ല. പിന്നെ എന്നെ കമൻറ്റ് ചെയ്യാനാ? അദ്ദേഹത്തോട് കമൻറ്റ് ചോദിച്ചതിന് അദ്ദേഹം പറഞ്ഞ മറുപടിയാണ്, ഈ 4% മാത്രം കേട്ടുകേഴ്വിയുള്ള ഞാൻ എന്നെ കമൻറ്റ് ചെയ്യാനാ? അത് ദൈവത്തിനെ കഴിയത്തുള്ളൂ. അത് എൻ്റെ ഭാഷയെ ദൈവത്തിനെന്ന്, അത് ദൈവത്തിനെ കഴിയുകയുള്ളൂ, മനുഷ്യനെ കൊണ്ടൊക്കത്തില്ല. റോൺ ചാൾസ് ഇവിടെ പറഞ്ഞ വിശദീകരണ പ്രകാരം കാലിൽ ഒരു മുള്ളു കൊണ്ടാൽ പ്രധാനപ്പെട്ട നരമ്പുകൾ മുഴുവനും മാറിക്കളയും. അതുപോലെയാണ് കാലിൻ്റെ വെള്ളയുടെ സ്ട്രക്ചർ. കൈയുടെ വെള്ളയ്ക്കും അതുപോലെയാണ്. യേശു ക്രിസ്തുവിൻ്റെ കാലിൽ ആണി അടിക്കുമ്പോൾ വെള്ളയ്ക്കൂടെ മേളിലോട്ടല്ല അടിച്ചത്, പൊത്തയ്ക്കൂടെ താവോട്ടടിക്കുകയായിരുന്നു. അത് കാരണം നരമ്പുകൾക്ക് എസ്കേപ്പ് ചെയ്യാൻ ഒക്കാതെ ശരീരത്തിൻ്റെ എല്ലാ ഇൻറ്റേർണൽ ഓർഗൻസും അഫക്റ്റ് ചെയ്യപ്പെട്ടു. അവൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യമായി. എൻ്റെ കിഡ്നിയിൽ നിന്ന് വരുന്ന നരമ്പുകൾ എൻ്റെ കാലിൻ്റെ പാദത്തിങ്കലുണ്ട്. എൻ്റെ ലങ്സിൽ നിന്ന് വരുന്ന നരമ്പുകൾ എൻ്റെ കാലിൻ്റെ പാദത്തിങ്കലുണ്ട്. എൻ്റെ എല്ലാ ഇൻറ്റേർണൽ ഓർഗൻസിൽ നിന്ന് വരുന്ന നരമ്പുകൾ യേശുവിൻ്റെ അവനവൻ്റെ കാലിൻ്റെ വെള്ളയ്ക്ക് വന്ന് ചേരുന്നു. ആ വെള്ള രണ്ടും ചേർത്ത് വെച്ച് മേളിലൂടെ ആണിയടിക്കുമ്പോൾ ഇവയൊക്കെയും ചതഞ്ഞു മുറിഞ്ഞു. അവൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യമായി. ഈ സമയത്താണ് യേശു വിളിച്ചു പറയുന്നത്, നിവൃത്തിയായി. ഇന്ന് പകൽക്കാലം വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം. യേശുവിൻ്റെ രക്തത്തിൻ്റെ പ്രത്യേകത: 1, നമ്മുടെ പാപം മോചിക്കുന്നു. 2, നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. 3, നമുക്ക് കംപ്ലീറ്റ് സമാധാനം തരുന്നു. നമ്മുടെ വീണ്ടെടുപ്പിനായുള്ള ശിക്ഷ അവൻ നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു വിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. ഇന്ന് പകൽക്കാലം സമാധാനമില്ലാത്ത ജീവിതമേ, യേശുവിൻ്റെ കാൽവരി മരണം നിങ്ങൾക്ക് സമാധാനം തരാനാണ്. 3ാമത്തെ പർപ്പസ് എനിക്ക് സമാധാനം തരുവാനാ, നിങ്ങൾക്ക് സമാധാനം തരുവാനാ. ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം നമ്മുടെ മേലിരിക്കട്ടെ. ക്രിസ്തീയ സഭകളിൽ പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങുമ്പോൾ ആശീർവാദത്തിൻ്റെ പദങ്ങൾ പറയുമ്പോൾ എന്നും ഈ സമാധാനത്തിൽ ദൈവബദലിനെ ഏൽപ്പിച്ചാണ് അയക്കുന്നത്. ഇന്ന് പകൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമാധാനത്തിന് വേണ്ടി എൻ്റെ കേൾവിക്കാരെയും സഭയെയും ഞാനും ഏൽപ്പിക്കട്ടെ. ദ ഡാമേജസ് ഓഫ് ജീസസ്, യേശുക്രിസ്തുവിൻ്റെ നെർവസ് സിസ്റ്റത്തിനുണ്ടായ ആ ഡാമേജ് എന്നെ സമ്പൂർണ്ണ സൗഖ്യത്തിലേക്കും തനിക്ക് ലഭിച്ചതായ കാരണം കൂടാത്ത ശിക്ഷ അത് എൻ്റെ സമാധാനത്തിനുമുള്ളതാകയാൽ സ്തോത്രം. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഫോർ അവർ ഡെയിലി സാൽവേഷൻ, 4ാമതായി എൻ്റെ ഡെയിലി സാൽവേഷൻ ഉള്ളതാണ്. ആൻഡ് they covered him by the blood of the lamb. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ they conquered, they overcome him. സാത്താനെ ജയിച്ചത് യേശുക്രിസ്തുവിൻ്റെ രക്തത്താലാണ്. യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് മലയാളത്തിൽ ഞാൻ ഇട്ടിട്ടില്ല. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ അവർ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷിயின் ഹേതുവായും സാത്താനെ ജയിച്ചു. ഇന്ന് പകൽക്കാലം സാത്താൻ അടുത്തു വന്നാൽ എനിക്കും നിങ്ങൾക്കും പറയാനുണ്ട്, യേശുവിൻ്റെ രക്തത്താൽ ഞങ്ങൾ ജയമെടുക്കുകയാണ്. പ്രത്യേകിച്ചും അവിഹിതങ്ങളും സമയം തെറ്റിയുമുള്ള മരണങ്ങൾ, അനേക അപകടങ്ങൾ എന്നിവ ദൈവജനത്തിന് മേലെ എടുത്തെറിയുന്ന ഒരു കാലഘട്ടമായത്. ഇത് അന്തിമകാലമാണ്. സാത്താനും അതിൻ്റെ പൂർണ്ണ ഗൗരവത്തോടുകൂടെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് പറഞ്ഞ് ഓടിത്തിരിയുന്ന ഈ കാലം നസ്രയനാകുന്ന യേശുവിൻ്റെ നാമത്തിൽ കംപ്ലീറ്റ് സംരക്ഷണത്തിന് വേണ്ടി ദൈവസഭയെ ഏൽപ്പിച്ചുകൊണ്ട് അകാല മരണങ്ങളെയും അകാല അപകടങ്ങളെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങൾ ശാസിക്കുന്നു. അത് ഇന്ന് പകൽ വിട്ടുമാറട്ടെ. സഭയുടെ മേലൊരു ജയം നടക്കട്ടെ. സഭയുടെ മേലൊരു ജയം നടക്കട്ടെ. ഹാർട്ടിന് രോഗമൊന്നും ഇല്ലാതിരിക്കെ ഇടയ്ക്കിടയ്ക്ക് നെഞ്ചിന് വേദനയിട്ട് ഹാർട്ട് രോഗമാണെന്ന് പറയിപ്പിച്ച് മുതലെടുക്കുന്ന പിശാച് കീഴടങ്ങട. ക്യാൻസർ ഒട്ടും ഇല്ലാതിരിക്കെ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളിട്ട് ക്യാൻസറാ എന്ന് പറയിപ്പിച്ച് ദുഃഖിപ്പിക്കുന്ന പിശാച് കീഴടങ്ങ്. യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ്. റോമാലേഖനം 4:25 who was delivered us from the offenses and was raised again for our justification.
നമ്മുടെ പാപങ്ങൾ അകൃത്യങ്ങൾ നിമിത്തം തകർക്കപ്പെട്ടവനെ നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിച്ചവനായ ദൈവം ഇന്ന് പകൽ ഈ മരിച്ചുയർത്തവനായ യേശു തൻ്റെ രക്തവുമായി പിതാവിൻ്റെ സന്നിധിയിൽ ഉണ്ടെന്ന് മറക്കരുത്. ഇന്ന് പകൽ ഒരു അപേക്ഷ ദൈവസന്നിധിയിലോട്ട് എത്തുമ്പോൾ പിതാവിൻ്റെ മുമ്പിൽ എൻ്റെ ജസ്റ്റിഫിക്കേഷന് വേണ്ടി, എൻ്റെ നീതീകരണത്തിന് വേണ്ടി പിതാവിൻ്റെ മുമ്പിൽ ആ രക്തം ഇന്നും നിൽക്കുകയാണ്. അത് ഈ രക്തത്തിൻ്റെ വിലയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പങ്കില്ലേ? യു ഹാവ് എ പാർട്ട്. ഈ രക്തത്തോട് നമുക്കുള്ള ബന്ധം എന്താണ്? ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യം ഞാൻ ഒരുപാട് ഇടങ്ങളിൽ ഈ R എന്നിട്ടിട്ടുണ്ട്. പ്ലീസ് റീഡ് ഇറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ വായിക്കാൻ നേരമില്ല, ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ എനിക്ക് എങ്ങനെയും തീർക്കണം, എങ്ങനെയും തീരണം. ആയുസ് തീരുന്നതിന് മുമ്പേ കർത്താവ് ഏൽപ്പിച്ച കടമ അതാത് തലമുറയ്ക്ക് കൈമാറുവാൻ ഉള്ള ആരോഗ്യവും സമയവും ഒരുപോലെ കർത്താവിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് കൊണ്ടാണ് എല്ലാ വാക്യങ്ങളും ഞാൻ വായിക്കാത്തത്. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 16 വരെയുള്ള വാക്യത്തിൽ വക്രതവും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്കര മക്കളും ആകേണ്ടതിന് എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവീൻ. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വൃഥാവായില്ല എന്ന് യേശുക്രിസ്തുവിൻ്റെ നാളിൽ എനിക്ക് പ്രശംസ ഉണ്ടാകും. ഇതൊരു ഭയങ്കര ടോപ്പിക്കാണ്. ഞാൻ ഇന്ന് രക്ഷയുടെ സുവിശേഷം പറഞ്ഞു, വേർപാടിൻ്റെ സുവിശേഷം പറഞ്ഞു. 100 പേര് ഇത് അംഗീകരിച്ചു. അവർക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. ആയിരങ്ങളിൽ ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ പതിനായിരങ്ങളിൽ ലക്ഷങ്ങളിൽ ജനത്തെ ക്രിസ്തുവിന് വേണ്ടി നടത്തുവാൻ കരുണയാൽ മഹാകൃപയാൽ കർത്താവ് എനിക്ക് പദവി തന്നു. സുനിൽ പാസ്റ്റർ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചു വെച്ച് പറഞ്ഞു, സൺഡേ സ്കൂളുകാർ ഡാഡിയുടെ ബർത്ത്ഡേ നവംബർ 4 കൊണ്ടാടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നുമോനെ വേണ്ട, കാര്യം അത് വൺസ് ഇൻ എ വൈൽ വേണം അതെന്ന് പറയാനുണ്ട്. അവൻ പറഞ്ഞു, അങ്ങനെയല്ല സൺഡേ സ്കൂളുകാരുടെ താല്പര്യമാണ്. ഞാൻ പറഞ്ഞു, ഐ എം നോട്ട് എഗനിസ്റ്റ്. ആരെങ്കിലും താല്പര്യപ്പെടുന്നെങ്കിൽ ഞാനതിന് എതിരല്ല. അത് പറഞ്ഞ ശേഷം ഞാനിരുന്ന് ആലോചിച്ചു, കഴിഞ്ഞ വർഷം ഞാൻ എന്തോ ചെയ്തു. എൻ്റെ ഒരു ബർത്ത്ഡേയും കൂടെ കൊണ്ടാടാൻ പോക എന്ന് പറഞ്ഞു. ഞാൻ എന്നെ ചെയ്തു. ഒരിയക്കരിയുടെ ചോറുണ്ട് വേണമല്ലേ? ഞാൻ അഥവാ കഴിഞ്ഞ വർഷം ജീവനോട് ഇരുന്നില്ലെങ്കിൽ ഭൂമിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും നഷ്ടം ഉണ്ടായിരുന്നു? സാധാരണക്കാരനെല്ലാം സ്വയം ചോദിക്കേണ്ട ചോദ്യമോ? ഞാൻ എന്നൊക്കെ അങ്ങോട്ട് പറയുന്നതിന് മുമ്പ് നീ ഇല്ലായിരുന്നു, എന്നായിരുന്നു കുഴപ്പം? മറുവശം 6-7 പുതിയ രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്യുവാൻ കൃപയാൽ കർത്താവ് ഇടയാക്കി. പല മെസ്സേജുകൾ പലര് കേൾക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, 53 ലക്ഷം ആളുകൾ ഇന്നത്തെ മെസ്സേജ് കേൾക്കുന്നു എന്നാണ് വെയ്പ്പ്. അങ്ങനെയാണെങ്കിൽ 52 ആഴ്ചകൾ കൊണ്ട് കോടികൾ ദൈവവചനം ശ്രവിക്കുവാനും, ഞാൻ പറയുന്നത് ആരുടെ സമയം കൊല്ലാനല്ല, അക്യുറേറ്റായിട്ട് കാര്യം പറയാൻ വേണ്ടിയാണ്. വരുവാനുള്ള നരകത്തിൽ നിന്ന് ജീവിതങ്ങൾ രക്ഷ പ്രാപിപ്പാൻ ആവശ്യപ്പെടുവാനും കർത്താവ് എനിക്ക് തന്ന സമയം ഉപയോഗിച്ചു എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ശരീരത്തിന് ക്ഷീണമുണ്ടെങ്കിലും മറ്റനവധി പ്രതിസന്ധികളുണ്ടെങ്കിലും ആവോളം കർത്താവിന് വേണ്ടി പോകുവാൻ തന്നാവുന്ന കൃപയിൽ ഏൽപ്പിക്കപ്പെട്ടു. എല്ലാം നിങ്ങൾ പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യണം. ചെയ്തില്ലെങ്കിൽ ഞാൻ ഓടിയത് വെറുതെ. ഒരുപാട് പേര് പറയാറുണ്ട്, ഞാൻ 10,000 ട്രാക്റ്റ് കൊടുത്തു. മോനെ, എനിക്കറിയേണ്ടത് എത്ര പേര് സ്നാനപ്പെട്ടെന്നാ, ഇല്ലെങ്കിൽ നീ ഓടിയത് വെറുതെ. എത്ര പേരെ കർത്താവിൻ്റെ കൃപയിലേക്ക് കൊണ്ടുവന്നു, ഇല്ലെങ്കിൽ നീ ഓടിയത് വെറുതെ. പൗലോസ് പറഞ്ഞു, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവീൻ. അല്ലേലും ഇപ്പം എന്നാ ഇതിനെന്നെ വേറെ മറുവശമൊന്നും ഇല്ലേ? അങ്ങേ കണ്ടത്തിൽ സൂര്യൻ ഉദിക്കത്തില്ലേ? അങ്ങനെ ഇവിടെ ഒരാൾ ചോദിച്ചേ, അങ്ങേ കണ്ടത്തിൽ സൂര്യൻ ഉദിക്കത്തില്ലേ? ഇല്ലേലത്തെ തകരാറെന്ന മോനെ, അങ്ങനത്തെ ചെയ്യാതടാ. ഞാൻ നിനക്ക് വേണ്ടി ഓടിയതും അധ്വാനിച്ചതും വൃഥാവാകും. നീ ചുമ്മാ നരകത്തിപ്പോവും. അത് നിനക്ക് വരല്ലേ. വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയ്ക്ക് ഒരുപാട് വക്രതകളുണ്ട്. ഈ തലമുറയ്ക്ക് ഒരുപാട് കോട്ടങ്ങളുണ്ട്. ഞാൻ ഒരു കാര്യം എടുത്തു പറഞ്ഞിട്ട്, മാർത്തോമ്മക്കാരൻ ഒരു ഉപദേശിയുടെ കാര്യമാണ്. കൊച്ചു കുഞ്ചുദേശി എന്നറിയപ്പെടുന്ന മാർത്തോമ്മയിലെ ഒരു ഉപദേശി. പെന്തക്കോസ്തുകാരനല്ല. ഒരിക്കൽ അദ്ദേഹം സ്നാനപ്പെട്ടേച്ച് തെറ്റിപ്പോയി ഇന്ന് പരസ്യമായി ഏറ്റുപറഞ്ഞ പ്രസംഗിച്ച മനുഷ്യനാണ്. അദ്ദേഹത്തെ പെന്തക്കോസ്തുകാരൻ്റെ കൂട്ടത്തിൽ പെടുത്തുകയല്ല, മാർത്തോമ്മക്കാരുടെ കൂട്ടത്തിൽ മാത്രം നിർത്തുക. അദ്ദേഹത്തിൻ്റെ മകൾ ഒരിക്കൽ അപ്പനോട് പറഞ്ഞു, എനിക്കൊരു മാല വാങ്ങിച്ചു തരണം. അപ്പം അദ്ദേഹം പറഞ്ഞു, കുഞ്ഞെ, നിന്നെ കണ്ടാൽ നല്ലതാണ്, പിന്നെ മറ്റൊരുത്തൻ്റെ അട്രാക്ഷന് വേണ്ടി നീ മാല ഇടേണ്ട കാര്യമില്ല. ആരെ കാണിക്കാനാണ് നീ മാല ഇടുന്നത്?
ആ പെണ്ണ് പറഞ്ഞു, അയ്യോ എനിക്ക് എൻ്റെ സ്വന്തം സംതൃപ്തിക്ക് വേണ്ടിയാണ്, ആരും കാണിക്കാൻ വേണ്ടിയല്ല. അദ്ദേഹം പറഞ്ഞു, വാങ്ങിച്ചു തരാം, വൈകിട്ട് കിടക്കാൻ നേരത്തെ എടുത്ത് ഇട്ടോണം. സ്വയം സംതൃപ്തി, രാവിലെ ഊരി വെച്ച് വെളിയിൽ പോകാവൂ. ആ പെണ്ണ് സ്വയം പറഞ്ഞു, അയ്യോ ഇത് ആരാണ്ട കാണിക്കാൻ വേണ്ടിയാ? വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയിൽ നിന്ന് നിങ്ങൾ ദൈവത്തിന് വേണ്ടി വിശുദ്ധരായി വേർതിരിയുക. പരമാർത്ഥവും വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്കര മക്കളുമാകേണ്ടതിന് എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവേൻ. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്നെനിക്ക് ക്രിസ്തുവിൻ്റെ നാളിൽ എനിക്ക് പ്രശംസ ഉണ്ടാകും. മേജർ പർപ്പസസ് ഓഫ് ദ ബ്ലഡ്. അടുത്തത് ഫോർ അവർ പ്രൊട്ടക്ഷൻ ഓൾ അറൗണ്ട്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം, നിങ്ങൾ പാർക്കുന്ന വീടുകളിൽ രക്തം നിങ്ങൾക്ക് അടയാളമായിരിക്കും. ഇന്ന് പകൽ ദൈവ പൈതലേ, നാം പാർക്കുന്ന വീടുകളിൽ രക്തം നമുക്ക് അടയാളമായിരിക്കട്ടെ. അക്ഷരികമായി യേശുവിൻ്റെ രക്തം എങ്ങും വരച്ചു വെച്ചിട്ടില്ല. താൻ ലോകസ്ഥാപനത്തിന് മുന്നമേ കുരിലറുക്കപ്പെട്ടവനാണ്. അന്ന് താൻ അറുക്കപ്പെട്ട രൂപത്തിൽ വെളിപ്പെട്ടില്ല, വെളിപ്പെട്ടത് ക്രൂശിൽ മാത്രമാണ്. പക്ഷെ ആദാമിൻ്റെ യാഗത്തിൽ യേശുവിൻ്റെ പ്രത്യക്ഷത ഉണ്ടായിരുന്നു. ഇസഹാക്കിൻ്റെ യാഗത്തിൽ ദൈവത്തിൻ്റെ പ്രത്യക്ഷത ഉണ്ടായിരുന്നു. നോഹയുടെ യാഗത്തിൽ ദൈവത്തിൻ്റെ പ്രത്യക്ഷത ഉണ്ടായിരുന്നു. എൻ്റെ ഏറ്റുപറച്ചിലിൽ ദൈവത്തിൻ്റെ പ്രത്യക്ഷതയുണ്ട്. നമ്മുടെ സ്നാനത്തിൽ യേശുവിൻ്റെ പ്രത്യക്ഷതയുണ്ട്. നമ്മുടെ തീരുമാനത്തിൽ ഈ രക്തത്തിൻ്റെ വിലയുണ്ട്. ഇന്ന് പകൽ ഈ രക്തം നമ്മുടെ ജീവിതത്തിൽ സകലതുമാണ് എന്ന് മറക്കാതിരിക്കുവാൻ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഞാൻ ഇന്ന് രാത്രിയിൽ ഈ രാത്രിയിൽ ഞാൻ യെരുശലേമിൽ ഇസ്രായേലിലൂടെ പോകും. രക്തം അടയാളം കാണാത്ത ഏവൻ്റെയും ആദ്യജാതനെ സംഹരിക്കും. അനേകർ സംഹരിക്കപ്പെട്ടിടത്ത് നാം രക്ഷപ്പെട്ടതുകൊണ്ട് നാം എല്ലാവരെക്കാളും വിശുദ്ധരെന്ന് തെറ്റിദ്ധരിക്കേണ്ട. രക്തമടയാളമായതിനാൽ നാം രക്ഷപ്പെട്ടു. അതുകൊണ്ട് കർത്താവിനെ വാഴ്ത്തുകയാണ്. സക്രിയ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങളിൽ, ഞാൻ യെരുശലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമ പാത്രമാക്കും. അന്നാളിൽ ഞാൻ യെരുശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വയ്ക്കും. അതിനെ ചുമക്കുന്നവനൊക്കെയും കഠിനമായി മുറിവേൽക്കും. ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും. ഐ വിൽ മേക്ക് ജെറുസലേം എ കപ്പ് ഓഫ് ഇൻടോക്സിക്കേഷൻ ആൻഡ് എ ഹെവി സ്റ്റോൺ. ആ പദമാണ് എനിക്ക് എടുക്കാനുള്ളത്. ബിഹോൾഡ് ഐ വിൽ മേക്ക് ജെറുസലേം എ കപ്പ് ഓഫ് ട്രംബ്ലിംഗ്. ഇവിടെ ട്രംബ്ലിംഗ് എന്ന പദമാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. തൻ്റെ 1-ാമത്തെ ലൈനിൻ്റെ ലാസ്റ്റും 2-ാമത്തെ ലൈനിൻ്റെ ബിഗിനിങ്ങും ചേർത്താൽ, ഐ വിൽ മേക്ക് ജെറുസലേം എ കപ്പ് ഓഫ് ട്രംബ്ലിംഗ് അണ്ട് ഓൾ പീപ്പിൾ റൗണ്ട് ഇറ്റ്. യെരുശലേമിനെ ഒരു പരിഭ്രമ പാത്രമാക്കി വെക്കും എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. മൂലഭാഷയിൽ കൊടുത്തത് ഞാൻ കഴിഞ്ഞ രാത്രിയിലും ഒന്നുകൂടെ റീചെക്ക് ചെയ്തതാണ്. കഴിഞ്ഞ രാത്രിയിലെന്ന് പറയാനൊക്കത്തില്ല, ഇന്ന് ഏർലി മോർണിംഗ് അതൊരു 12-ന് ശേഷം ഒരു പ്രാവശ്യം കൂടെ ചെക്ക് ചെയ്തതാണ്. എബ്രായ ഭാഷയിൽ കൊടുത്തിരിക്കുന്നത് ഇറ്റ്സ് ആൻ ഇൻടോക്സിക്കേറ്റീവ് ഡ്രിങ്ക്. യെരുശലേമിനെ ഞാൻ മത്ത് പിടിപ്പിക്കുന്ന, ലഹരി പിടിപ്പിക്കുന്ന ഒരു പാനപാത്രം പോലെയാക്കും. കുഞ്ഞെ, അത് യെരുശലേമിന് മാത്രമല്ല, ദൈവത്തിൻ്റെ ഫേവർ ഏറ്റെടുത്ത സകല ദൈവത്തിൻ്റെ അനുഭവമാണ്. ഒരു എക്സ്ട്രാ ഓർഡിനറി അനോയിൻറ്റിങ്. ഇഫ് യു ഹാവ് എൻ അനോയിൻറ്റിങ്, നിങ്ങൾ ഭാരമുള്ള കല്ല. ഞാൻ ആ ഭാഗം വിശദീകരിച്ചു. 2, യു ആർ എ കപ്പ് ഓഫ് ഇൻടോക്സിക്കേഷൻ. കാണുന്നവരെല്ലാം നിങ്ങളെ കണ്ടാൽ ആളുകൾക്ക് ലഹരി പിടിച്ചിരിക്കും, മറക്കരുത്. ഓൾഡ് ടെസ്റ്റമെൻറ്റ് പ്രോഫറ്റ്സ് അവരെ കണ്ടപ്പോൾ കാണുന്നവർക്ക് ലഹരി പിടിച്ചു. യെരമ്യാവിൻ്റെ പുസ്തകം 37:15 അങ്ങനെ അവർ യെരമ്യാവിനെ പിടിച്ചിട്ട് കാരാഗ്രഹത്തിൽ അടച്ചു. അവനെ അടിക്കേണ്ടതുപോലെ അടിച്ചു. അവൻ പ്രഭുക്കന്മാർ യിരെമ്യാവോട് കോപിച്ച് അവനെ അടിച്ചു. രായസക്കാരനായ യോനാഥാൻ്റെ വീട്ടിൽ തടവിൽ വെച്ചു. അവനെ അവർ കാരാഗ്രഹമാക്കി മാറ്റിയിരുന്നു. അങ്ങനെ യിരെമ്യാവ് കുണ്ടറയിലെ നിലവറകളിൽ ആയി അവിടെ ഏറെ നാൾ പാർക്കേണ്ടി വന്നു. ഹി വാസ് എ കപ്പ് ഓഫ് ഇൻടോക്സിക്കേഷൻ. അവനെ കണ്ടവർ ലഹരി പിടിക്കത്തക്കവണ്ണം അവനോട് ആളുകൾ എതിർത്തിരുന്നു. ഇനിയും പഴയ നിയമ പ്രവാചകന്മാരുടെ അടുക്കിലേക്ക് പോയാൽ, ഞാനങ്ങ് ചുരുക്കാൻ വേണ്ടിയിട്ട് മത്തായിയുടെ സുവിശേഷം 23:37 ഞാൻ ആക്ച്വലി ഒരു 15 സ്ലൈഡുകൾ അവിടെ ഉണ്ടാക്കിയത് വാക്യങ്ങൾ എടുത്തുകൊണ്ട്, പക്ഷെ അത്രയത്തിന് നേരം കിട്ടത്തില്ലെന്ന് എനിക്കറിയാവുന്നതിനാൽ അതിൻ്റെ സമ്മറി മത്തായിയുടെ സുവിശേഷം 23:7 നിന്ന് ഞാൻ എടുത്തു. 27:3 യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്ന ഓരോരുവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴിൽ ചേർക്കുക എന്നതുപോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിനക്കോ മനസ്സായില്ല. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ കൃപ ലഭിച്ച ഏവനെ കണ്ടാലും they were intoxicated. അവർ ലഹരി പിടിച്ചു, അവന് വിരോധമായി ഓടി.
ഇവൻ എന്തെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തിനിവനോട് ശല്യം? എനിക്കറിയാത്തൊരു ലഹരി അങ്ങ് കയറിയതാ. ഓക്കെ, ബ്ലഡ് ഓഫ് റൈച്ചസ് അപ്പോൺ ദിസ് ജനറേഷൻ. നീതിമാന്മാരുടെ രക്തം ചോദിക്കുന്ന ഒരു തലമുറയാണ്. ഈ തലമുറയെക്കുറിച്ച് എനിക്ക് ഒത്തിരി പറയാനുണ്ട്. എവിടം വരെ വരുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഞാനിപ്പം സ്ലൈഡുകൾ സ്കിപ്പ് ചെയ്യും വരുന്ന ആഴ്ചത്തേക്ക് മാറാൻ വേണ്ടിയിട്ട്. നീതിമാനായ ഹാബേലിൻ്റെ രക്തം മുതൽ, മത്തായിയുടെ സുവിശേഷം 23:35-36 വാക്യങ്ങളാണ്. യേശു പറയുന്നതാണ്, നീതിമാനായ ഹാബേലിൻ്റെ രക്തം മുതൽ നിങ്ങൾ മന്ദിരത്തിനും യാഗപീഠത്തിനും നടുവിൽ വെച്ച് കൊന്നവനായി ബെരഖ്യാവിൻ്റെ മകനായ സെക്കരിയാവിൻ്റെ രക്തം വരെ ഭൂമിയിൽ ചൊരിഞ്ഞ നീതിയുള്ള രക്തമെല്ലാം നിങ്ങളുടെ മേൽ വരേണ്ടതാകുന്നു. ഇതൊക്കെയും ഈ തലമുറയുടെ മേൽ വരും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ഞാൻ ഇന്ന് വിശദീകരിക്കാൻ ആഗ്രഹിച്ചു. ഞാൻ ആ സ്ലൈഡിൽ എത്തുമോ വിശദീകരിക്കുമോ എന്നറിയാൻ വയ്യാത്തതുകൊണ്ട് ഇവിടെ വെച്ച് ഒന്നുകൂടെ പറയട്ടെ. വേദപുസ്തകത്തിൽ കാണുന്ന സകല പ്രവചനങ്ങൾക്കും ഒന്നിലധികം നിവർത്തീകരണങ്ങളുണ്ട്. വേദപുസ്തകത്തിൽ കാണുന്ന സകല പ്രവചനങ്ങൾക്കും ഒന്നിലധികം നിവർത്തീകരണങ്ങളുണ്ട്. ഒന്ന്, അതിനൊരു ഭാഗിക നിവർത്തീകരണമുണ്ട്. വേറൊന്ന്, അതിനൊരു പൂർണ്ണ നിവർത്തീകരണമുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും ഓർമ്മിപ്പിച്ചതാണ്, റാഹേൽ മക്കളെ ചൊല്ലി കരയും, അവരില്ലായികയാൽ ആശ്വാസം പ്രാപിപ്പാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ പ്രവചനത്തിൻ്റെ അനേകം നിവർത്തീകരണങ്ങൾ. റാഹേൽ എന്ന് പറയുന്നത് ഇസ്രയേലിൻ്റെ വല്യമ്മച്ചിയാണ്. റാഹേൽ മക്കളെ ചൊല്ലി കരയും. അതെ, അനേക പ്രാവശ്യങ്ങളിൽ മോശയുടെ ജനന സമയത്ത് കുഞ്ഞുങ്ങളെ വെള്ളത്തിലിട്ട് കൊല്ലുവാൻ പറഞ്ഞു. റാഹേൽ മക്കളെ ചൊല്ലി കരഞ്ഞു. യേശുവിൻ്റെ ജനന സമയത്ത് റാഹേൽ മക്കളെ ചൊല്ലി കരഞ്ഞു. നാസികളുടെ പീഡയിൽ റാഹേൽ മക്കളെ ചൊല്ലി കരഞ്ഞു. വരുവാൻ പോകുന്ന 3-ാം ലോകമഹായുദ്ധത്തിൽ റാഹേൽ മക്കളെ ചൊല്ലി കരയും. ഇങ്ങനെ അനേക ഭാഗിക നിവർത്തീകരണങ്ങളുണ്ട്. വേദപുസ്തകത്തിൽ കാണുന്ന ഏതിനും ഭാഗിക നിവർത്തീകരണങ്ങളുണ്ട്. അതിൽ ഒരു നിവർത്തീകരണമെങ്കിലും എടുത്താൽ അത് എൻ്റെ ആത്മീക ജീവിതത്തിന് പ്രയോജനമാകുമെന്നതിനാൽ ഞാൻ എനിക്കും എൻ്റെ സഭയ്ക്കും വേണ്ടി വിശദീകരിക്കാറുണ്ട്. വേദപുസ്തകത്തിൻ്റെ ഫണ്ടമെൻ്റൽസ് അറിയാൻ വയ്യാത്തവർ അതല്ല ഇതിൻ്റെ ഫൈനൽ നിവർത്തീകരണം എന്ന് പറയും. സത്യം, അത് ഫൈനൽ നിവർത്തീകരണമെന്ന് പറഞ്ഞില്ല, ഭാഗിക നിവർത്തീകരണങ്ങളാണ് പലതുണ്ട്. ഒന്ന്, യേശുവിൻ്റെ കാലത്തെ തലമുറയോട് പറഞ്ഞു, ഈ തലമുറ അതിൻ്റെ വില കൊടുക്കും. അത് ഭാഗിക നിവർത്തീകരണമാണ്. എന്നാൽ 3-ാം ലോകമഹായുദ്ധത്തോട് കൂടെ വരുന്ന മഹോദ്രവകാലം എന്നൊരു 7 വർഷത്തെ അപ്രോക്സിമേറ്റ്ലി ഒരു 7 വർഷത്തിൻ്റെ കാലഘട്ടമുണ്ട്. അന്നാണ് ഇതിൻ്റെ പൂർണ്ണ നിവർത്തീകരണം വരുന്നത്. എല്ലാം ഈ തലമുറയുടെ മേൽ വരും. നാം ആ തലമുറയിലാണെന്നായ എൻ്റെ തോന്നൽ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത്. upon you may come all the righteous blood shed upon the earth. ഭൂമിയിൽ ചൊരിഞ്ഞ സകല രക്തത്തിനും ഭൂമി വില കൊടുക്കേണ്ടി വരും. യഹൂദനെ നാസികൾ പീഡിപ്പിക്കുമ്പോൾ ഞാൻ എന്ത് കുറ്റം ചെയ്തിട്ടാ ദൈവമേ എന്നൊരുത്തൻ ചോദിച്ചെന്ന് വരാം. മോനെ, നീ ചെയ്തതല്ല, നിന്റെ അപ്പൂപ്പൻ നിന്റെ മേൽ വരുത്തി വെച്ചതാ. ഇതിനകത്തിരിക്കുന്ന പലരും ചോദിച്ചെന്ന് വരാം, ഞാൻ എന്ത് തെറ്റ് ചെയ്തു? മോനെ, നീ തെറ്റ് ചെയ്തിട്ടല്ല, ആദാം വരുത്തി വെച്ചു, തലമുറകൾ വരുത്തി വെച്ചത് കൊണ്ടാണ്. ബ്ലഡ് ലൈൻ കേഴ്സസ് എന്നതിനെ വിളിക്കും. അതിനകത്തുനിന്ന് രക്ഷപ്പെട്ട ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെയായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ജീസസ് വാസ് ഇൻടോക്സിക്കേറ്റീവ്. യേശു ലഹരി പദാർത്ഥം പോലെയായിരുന്നു. യേശുവിനെ കണ്ടവനൊക്കെ ലഹരി പിടിച്ചു. മഹാപുരോഹിതൻ യേശുവിനെ കണ്ട് ലഹരി പിടിച്ചു. പുരോഹിതന്മാർ യേശുവിനെ കണ്ട് ലഹരി പിടിച്ചു. അവരുടെ സ്ക്രൈബ്സ്, അവരുടെ എഴുത്തുകാർ യേശുവിനെ കണ്ട്, ന്യായശാസ്ത്രികൾ യേശുവിനെ കണ്ടു. സോൾജിയേഴ്സ് യേശുവിനെ കണ്ടു. കണ്ടവനൊക്കെയും തേണ്ട വട്ടുപിടിച്ചു, മത്തുപിടിച്ചവനെ പോലെയായി, ലഹരി പിടിച്ചവനെ പോലെയായി. ഹേരോദാവ് യേശുവിനെ കണ്ടു, ധൂമ്രവസ്ത്രം ധരിപ്പിച്ചു, കയ്യിൽ ഒരു ഞാങ്ങണ കമ്പ് കൊടുത്തു, തലയിൽ ഒരു മുൾക്കിരീടം വെച്ചു. ഹേരോദാവ് എന്ത് വൃത്തികേടൊക്കെയായി കാണിക്കുന്നത്? എനിക്ക് അഹപ്പടെ വട്ടിളകി, പിന്നെ എന്തോ ചെയ്യാനാ? കണ്ടവൻ അത് യേശുവിൻ്റെ അനുഭവമായിരുന്നു. മത്തായി 4:12 യോഹന്നാൻ 4:13 യേശു ഭയപ്പെട്ട് ഓടിയ ചരിത്രങ്ങൾ കാണാം. 4:12 മത്തായി 4:12 യോഹന്നാൻ 4:1-3 വാക്യങ്ങളിലും യേശു ഭയന്ന് ഓടിയത് കാണാം. എന്തു പറ്റി? ഭയന്ന് ഓടിയൊന്ന് സംശയിക്കുകയൊന്നും വേണ്ട കേട്ടോ, ഓടിയെന്ന് തന്നെ എഴുതിയിരിക്കുന്നത്. മാത്രമല്ല, നമ്മളോട് പറഞ്ഞു നിങ്ങളെ ഒരു പട്ടണത്തിൽ ഉപദ്രവിച്ചാൽ അടുത്തതിലേക്ക് ഓടിക്കോളാൻ. അത് കൂടുതലൊരു വിശദീകരണത്തിന് തൽക്കാലം ഞാൻ വരുന്നില്ല. ഒരു പട്ടണത്തിൽ നിങ്ങൾക്ക് ഉപദ്രവമുണ്ടായാൽ വേറൊന്നിലേക്ക് ഓടിക്കോളാൻ ദൈവത്തിൻ്റെ കൽപ്പന യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം യു ആർ ആൻ ഇൻടോക്സിക്കേറ്റീവ് മെറ്റീരിയൽ. നിന്നെ കാണുമ്പോൾ നാട്ടുകാരന് ഭ്രാന്തളകും.
ഞാൻ സ്നാനപ്പെട്ടേച്ച് ആദ്യമേ സ്കൂളിൽ ചെന്ന ദിവസം എനിക്ക് ഓർമ്മയുണ്ട്. പിള്ളേരെല്ലാം കൂടെ പോയി എന്ന് വിളിച്ചുകൊണ്ട് ഒരു ഭാഗം. ജീവിതത്തിൽ ഒരിക്കലും സ്വോത്രവും ഹല്ലേലൂയയും പറയാതെ പച്ച പുഴുത്ത തെറി തന്നെ പറഞ്ഞുകൊണ്ട് നടന്ന കള്ളുകൂടിയനും എന്നെ കണ്ടപ്പോൾ ഹല്ലേലൂയ വിളിക്കും. എല്ലാവരും വട്ടളകി. എന്താടാ കാര്യം? യു ആർ എ കപ്പ് ഓഫ് ഇൻടോക്സിക്കേഷൻ, ഫോർ യു ഹോൾഡ് ആൻ എക്സ്ട്രാ ഓർഡിനറി അനോയിന്റിംഗ്. ഇന്നും മാസികക്കാരൻ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എഴുതും. പിടിച്ചോണേ വരുന്നേ, ബഥേൽ വരുന്നേ, എം എ വർഗീസ് വരുന്നേ, പാർട്ടി വരുന്നേ. എന്നെ പറ്റിയടാ, നിന്റെ 5 പൈസ വാങ്ങിച്ചിട്ടില്ല, 5 പൈസ കൊടുക്കാനില്ല, തമ്മിൽ യാതൊരു ഇടപാടുമില്ല. നീ കണ്ടിട്ടുണ്ടോ എം എ വർഗീസിനെ? അതുമില്ല. കേട്ടിട്ടുണ്ടോ? ആരണ്ട് പറഞ്ഞേ കേട്ടതേ ഉള്ളൂ. പിന്നെ എന്നടാ ഇൻടോക്സിക്കേഷൻ? സുരേഷ് ബാബുവിനെ വിളിക്കരുതേ, പെശകാണ്. എടാ സുരേഷ് ബാബു നിന്റെ വല്ലതും മോട്ടിച്ചോ? എന്തടാ ബഹളം? കപ്പ് ഓഫ് ഇൻടോക്സിക്കേഷൻ. കണ്ടതും എനിക്ക് ലഹരി ഇളകി. യു ആർ എ കപ്പ് ഓഫ് ഇൻടോക്സിക്കേഷൻ. ഇഫ് യു ആർ നോട്ട്, ദർ ഇസ് സംതിങ് റോങ്. നിങ്ങൾക്കതില്ലെങ്കിൽ ദർ ഇസ് സംതിങ് റോങ്, ദർ ഇസ് സംതിങ് റോങ്. അത് മറക്കണ്ട. ഓക്കെ, എനിക്ക് ഒത്തിരി ഉദാഹരണങ്ങൾ പറയാനുണ്ട്, സമയമില്ല. അപ്പോസ്തലന്മാർ ഇതല്ലായിരുന്നു. അപ്പോസ്തലന്മാർ ഇത് തന്നെയായിരുന്നു. They were the cup of intoxications. പൗലോസിന്റെ ജീവിതം ഇതായിരുന്നു. എല്ലാവരുടെയും ജീവിതം ഇതായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4:1 മുതൽ 3 വരെ അവർ ജനത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുരോഹിതന്മാരും ദൈവാലയത്തിലെ പടനായകനും സാധുക്യരും അവരുടെ നേരെ വന്നു. അവർ ജനത്തെ ഉപദേശിക്കാലും മരിച്ചവരിലുള്ള പുനരുത്ഥാനത്തെ യേശുവിൻ്റെ ദൃഷ്ടാന്തത്താൽ അറിയിക്കാലും നീരസപ്പെട്ടു. അവരെ പിടിച്ചു വൈകുന്നേരമാകെ കൊണ്ട് പിറ്റന്നാൾ വരെ കാവലിലാക്കി, അവരെ തടവിലാക്കി. Apostles were a cup of intoxication. Israel is a cup of intoxication. Jesus was a cup of intoxication. You are a cup of intoxication. Every saint who held an extraordinary anointing were all cup of intoxication all around. അപ്പോസ്തല പ്രവൃത്തി 17:5-6 പുരുഷാരത്തെ ഇളക്കി പട്ടണത്തിൽ കലഹമുണ്ടാക്കി. 17:5-6 ഇവർ ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോസ്തലന്മാർക്കെതിരെ ചെന്നു. ഇതിൽ 19:32 ജനസംഘം കലക്കത്തിലായി. മിക്കപേരും തങ്ങൾ വന്നുകൂടിയ സംഗതി എന്തെന്ന് അറിയായികയാൽ ചിലർ ഇങ്ങനെയും ചിലർ അങ്ങനെയും ആർത്തു. 2007 ഏപ്രിൽ മാസത്തിലായിരുന്നു തോന്നുന്നു ഇവിടെ കൊടികളും വടികളുമായി ഒരു സൈന്യം വന്നിറങ്ങിയത്. പരിചയമുള്ള പലരോട് എന്തിനാ വന്നെന്ന് ഒരു പിടിയില്ല. നിർബന്ധമായി വരാൻ പറഞ്ഞ് ബസ് കൊണ്ടുവന്നതുകൊണ്ട് ഞങ്ങൾ കയറി ഇനി പോരുന്നതാ, ഇവിടെ ബഹളം ഉണ്ടാക്കാനാണ് ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത്. പുരുഷാരം വന്നുകൂടി അപ്പോസ്തലന്മാർക്കെതിരെ. എന്തിനു വന്നുവെന്ന് പലരും അറിഞ്ഞില്ല. കാര്യം ചിലർ ഇങ്ങനെയും ചിലർ അങ്ങനെയും ആർത്തു. ഇവിടെ ഞാൻ ഒരു വാക്യം ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്, ഒന്ന് വായിക്കുന്നത് തെറ്റില്ല. 19-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 19:35 ടൗൺ ക്ലർക്ക് എന്ന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന ഒരു പദത്തെ പട്ടണ മേനവൻ എന്ന് മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്. ടൗൺ ക്ലർക്ക് എന്ന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന ഒരു വാക്കിന്, ഇത് മൂലഭാഷയിലും അങ്ങനെ തന്നെയാണ്, പട്ടണ മേനവൻ എന്ന് മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോഴത്തെ പ്രിന്റിലാണ്. ഒരു 10-50 വർഷം മുമ്പിലത്തെ പ്രിന്റിൽ പട്ടണം മേനോൻ എന്ന് ഡയറക്റ്റ് കൊടുത്തിരിക്കുകയായിരുന്നു. പട്ടണം മേനോൻ. ഇന്നത് മേനവനാക്കി. പണ്ടത് പട്ടണം മേനോനായിരുന്നു. ഇത് എവിടുന്ന് വന്നു എന്ന് കണ്ടോ വാക്യം? പട്ടണമേനോൻ ജനത്തെ അമർത്തിയെന്ന്. ഇത് എവിടുന്ന് വന്നെന്നറിയാമോ? വേദപുസ്തകം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ചാത്തുമേനോൻ എന്നൊരു ദൈവദാസനാണ്. ചാത്തുമേനോനാണ് വേദപുസ്തകം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത്. അന്ന് അദ്ദേഹത്തെ നിയമിച്ചവരുടെ അനുവാദപ്രകാരം അദ്ദേഹം സിറ്റി ക്ലർക്ക് എന്നതിനെ പട്ടണമേനോൻ എന്ന് തർജ്ജമ ചെയ്തു. കാര്യം എൻ്റെ പേരും കൂടെ ബൈബിളിലൊന്ന് ഇരുന്നോട്ടെ എന്ന അദ്ദേഹത്തിൻ്റെ ഒരു റിക്വസ്റ്റിൽ തർജ്ജമ ചെയ്യാൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചയാൾ കൊടുത്ത അനുവാദപ്രകാരം പട്ടണമേനോൻ എന്നതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തു. ആ പദം ഒന്ന് എടുത്തോർപ്പിക്കാനായിരുന്നു. ചാത്തുമേനോനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൊച്ചുമക്കൾ ജീവനോടുണ്ട്. അവരിൽ പലരെയും എനിക്ക് വ്യക്തിപരമായി അറിയാം. ഞാൻ ഈ പറയുന്നതിനകത്ത് എതിർത്തുകൊണ്ട് ഈ പറയുന്നതിനകത്തല്ല, കൂടുതൽ പറയുമ്പോൾ അങ്ങനെ പറയണ്ടെന്നും പറഞ്ഞ് കാനഡയിൽ നിന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ കൊച്ചുമക്കളിൽ ഒരാളാണ് എന്ന് പറഞ്ഞ് വിളിക്കുന്നവരുണ്ട്. ഇവർക്കെല്ലാമായി സ്തോത്രം. ചാത്തുമേനോനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹം എഴുതിയത് കൊണ്ടാണ് എനിക്ക് നിങ്ങൾക്ക് ഇന്ന് ഇത് കൊണ്ടു നടക്കാൻ കഴിഞ്ഞത് മലയാളത്തിലേക്ക്. ഓക്കെ, സഹോദരന്മാർ രാത്രിയിൽ തന്നെ പൗലോസിനെ ഇറക്കി വിട്ടു. എൻ്റെ സമയം അങ്ങ് പോയി, ഞാൻ ഇവിടെ നിന്ന് മാറാൻ പോകുകയാണ്. വി ആർ അറ്റ് എ കൺവേർജിങ് പോയിന്റ്. ഒന്നുകൂടെ തൊട്ടേച്ച് പോട്ടെ. വി ആർ അറ്റ് എ കൺവേർജിങ് പോയിന്റ്. യേശു അത്തിയെ ശപിച്ചുണക്കി. അത് യഹൂദൻ്റെ ചരിത്രമായിരുന്നു. ഞാൻ ഇനി അങ്ങോട്ട് തിരിയുന്നില്ല. അവർ ഫലം കൊടുക്കാൻ തുടങ്ങി. ഇന്നവർ തിരികെ ചേർക്കപ്പെട്ടു. ഞാൻ അവിടെ നിൽക്കുന്നില്ല, അടുത്തൊരു ദിവസം എടുത്തോളാം.
1948 മെയ് മാസം 14 അവർ ഒരുമിച്ച് ചേർന്നു. യേശു പറഞ്ഞ അടുത്ത ലക്ഷണം, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കേൾക്കും. കൺവേർജിങ് പോയിന്റിലോട്ട് ഞാൻ വരിക. യഹൂദൻ ഒരു വശത്ത്, ആത്മീയൻ ഒരു വശത്ത്, ഇൻടോക്സിക്കേഷൻ ഒരു വശത്ത്, ഇനിയും വാഴ്സ് ആൻഡ് റൂമേഴ്സ് ഓഫ് വാർ, യുദ്ധങ്ങളും യുദ്ധശ്രുതികളും. തെണ്ടി നിൽക്കുന്ന ലോകത്തിലെ മഹാന്മാർ മുഴുവൻ ഇന്ന് യുദ്ധത്തിലാണ്. യു ആർ ഓൺ ദ കൺവേർജിങ് പോയിന്റ്. എല്ലാം കൂടെ കൂട്ടിമുട്ടുന്ന വർഷമാണ് 2024. is an year of war and election. 2024 കുറിച്ച് ഇന്നത്തെ ജീവനോടിരിക്കുന്ന എഴുത്തുകാർ, അറിവുള്ളവർ പറയുന്നത് ഇറ്റ്സ് എൻ ഇയർ ഓഫ് വാർ. ഇന്ന് ഭൂമിയിൽ സായുധ സന്നദ്ധരായി 10 രാജ്യങ്ങൾ മേജർ യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഇന്ന് 110 രാജ്യങ്ങളിൽ കലഹങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. തെണ്ടിക്കാണുന്ന പട്ടണങ്ങൾ 2024 പൊടിഞ്ഞു വീണ പട്ടണങ്ങളാ സായുധ യുദ്ധത്തിൽ. ഈ കാണുന്നത് മുഴുവനും ഭൂപടത്തിൽ ഇന്ന് കോൺഫ്ലിക്റ്റുകൾ, ആംഡ് കോൺഫ്ലിക്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തരുന്ന കുത്തുകളാണ് ഭൂപടത്തിൽ ഇടത്തുവശത്ത് കാണിച്ചിരിക്കുന്നത്. കാണാമോ? അരിവാരി എറിഞ്ഞ പോലെ യുദ്ധങ്ങളുടെ വർഷമാണ്, കോൺഫ്ലിക്റ്റുകളുടെ വർഷമാണ്, ഇലക്ഷനുകളുടെ വർഷമാണ്. ഞാൻ ഇലക്ഷനിലേക്ക് പതുക്കെ ഒന്ന് തിരിയാൻ പോകാം. എന്നിട്ട് ഈ കാണുന്നത് ഐ തിങ്ക് ഐ കാണ്ട്, ഇതിന് താവട്ട് ഒരുപാടുള്ളതാണ്. 2020 നോ സംതിങ് റോങ് ഗോൺ. എടുക്കാനും പറ്റുന്നില്ലല്ലോ. 2024 നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളുടെ, അവിടെ നിർത്തി കാണിക്കാൻ എനിക്ക് ഒക്കത്തില്ല, യുദ്ധങ്ങളുടെ ഒരു ലിസ്റ്റ് ഒന്ന് കണ്ടോണം. ഇലക്ഷനുകളുടെ ഒരു ലിസ്റ്റ്. പേജ് 1. സ്റ്റാൻലി വരേണ്ടി വരും. സ്റ്റാൻലി മോനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ? ഇറ്റ് ഡസൻ ടേൺ. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്താ. 2024 മേജർ ഇലക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2ാമത്തെ പേജായത്, പേജ് നമ്പർ 1 ആയത്. ഓക്കെ, ഇത് ഒരു 3 ടൈംസ് താഴോട്ടുണ്ട്. ഞാൻ ഇനി മറിക്കാൻ നോക്കുന്നില്ല, മുമ്പേ നോക്കിയതാ പോയത്, ഇനി അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. എനിക്ക് അത്രേ അറിയത്തുള്ളൂ. അടുത്ത പേജ് ഇതാ, 3ാമത്തെ പേജ് ഇതാ. 2024 നടന്നുകൊണ്ടിരിക്കുന്ന ഇലക്ഷൻസ്. 2024 is a year of elections. 2024 is a period of elections. ഇനിയും UN സബ്മിറ്റ് ഈ വർഷം നടക്കുക. എന്നാ തുടങ്ങുന്ന അറിയാമോ? ഇന്ന് 2024 സെപ്റ്റംബർ മാസം ഇന്ന് ഇന്ത്യൻ സമയം വൈകുന്നേരം UNOയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ അടുത്ത UN സബ്മിറ്റ് നടക്കുക. ഇതിൻ്റെ പ്രധാന വിഷയം 5 രാജ്യങ്ങളായിരുന്നു ഭൂമിയുടെ മേൽക്കോയ്മ വഹിച്ചുകൊണ്ടിരുന്നത്. അതുപോരാ, ഇന്ത്യക്കും ആ സ്ഥാനത്ത് വേണമെന്ന് ഇന്ത്യ വാദിക്കുന്നു. വീറ്റോ പവർ അനേകർക്ക് വേണമെന്ന് പല രാജ്യങ്ങൾ, ഇന്ത്യ ഉൾപ്പെടെ വാദിക്കുന്നു. ജനാധിപത്യത്തിൻ്റെ പൂർണ്ണ പ്രമാണത്തിലേക്ക് അത് പോകണം എന്നവർ വാദിക്കുന്നു. ദിസ് ഈസ് എ 3-day സബ്മിറ്റ്. It happens once in a generation and it can change the future of the world. ഈ ഇലക്ഷനും അങ്ങോട്ടാണ് പോകുന്നത്, ഈ ഫ്യൂച്ചറിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ്. ഡേറ്റ് 22, 23, 24 സെപ്റ്റംബർ. ഇന്ന് വൈകിട്ട് ആരംഭിക്കും ഇന്ത്യൻ സമയം. ഇന്ന് വൈകിട്ട് അമേരിക്കൻ ടൈം. ഇന്ന് രാവിലെ 9 മണിക്ക് UN സബ്മിറ്റ് ആരംഭിക്കുക. ഇതെന്തിനു വേണ്ടിയാണ്? 3-ാം ലോക മഹായുദ്ധത്തിന് വേണ്ടി കരുക്കൾ ഒരുക്കുക. ഈ രാജാക്കന്മാരുടെ കാലത്ത് വേണ്ടവനെ കറക്റ്റ് രാജ്യത്ത് ഇലക്ഷൻ ചെയ്ത് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ പിശാചിൻ്റെ വിരൽത്തുമ്പത്ത് അവൻ തുള്ളത്തുള്ളൂ. അതിനുവേണ്ടി കൊണ്ടുവരികയാണ്. 1-ാം ലോക മഹായുദ്ധത്തിൽ ഇസ്രയേലിന് നഷ്ടപ്പെട്ട രാജ്യത്തെക്കുറിച്ചൊരു ഫീലിംഗ് ഉണ്ടായി. ഇതല്ലാതെ 1-ാം ലോക മഹായുദ്ധം കൊണ്ട് ആരും ഒന്നും ഗെയിൻ ചെയ്തില്ല.
ഏത് ലോകമഹായുദ്ധവും ലോകത്തിന് നഷ്ടവും നാശവും ദാരിദ്ര്യവും ദുഃഖവുമാ. പിന്നെ എന്നാൽ ഇന്നങ്ങ് നിർത്തിക്കൂടെ? പറ്റത്തില്ല. ഇതിനെ നിയന്ത്രിക്കുന്ന ഒരുവൻ മേളിലുണ്ട്. മേളിൽ നിന്ന് നിയന്ത്രിക്കുന്നവൻ പറഞ്ഞു, ഇസ്രായേലിൻ്റെ മേലെ ശാപം പൂർത്തീകരിക്കണം. അതിനു മുന്നമേ ഒരു വൺ വേൾഡ് ഗവൺമെൻറ് ഉണ്ടാകണം. ഈ രാജാക്കന്മാർ ഒരുമിച്ച് ചേരണം. അവരുടെ അന്ത്യകാലത്ത് വേണം ഈ സംഭവം നടക്കുവാൻ. ഒന്നാം ലോകമഹായുദ്ധം ഇസ്രായേലിന് ഒരു നാഷണൽ ഫീലിംഗ് ഉണ്ടാക്കി. രണ്ടാം ലോകമഹായുദ്ധം അവരെ ഒരു രാജ്യമായി രൂപീകരിച്ചു. മൂന്നാം ലോകമഹായുദ്ധം അത് ഇസ്രായേൽ ഹെഡ്ക്വാർട്ടേഴ്സാക്കി. യേശു ഭരിക്കേണ്ട സമയമാണ്. രാജഭരണം മാറിയത് മറക്കരുത്. കണ്ട് 4 നിറത്തിലുള്ള കുതിരകളെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് കണ്ടുകൊണ്ട് ഒട്ടും വിവരമില്ലാത്തവർ ഇതാണോ എം.എ. വർഗീസ് പറയുന്ന യേശുവിൻ്റെ വരവ്? ഇടോ കൂവേ, ദൈവവചനത്തിലെ പ്രവചനങ്ങൾക്ക് ഒരുപാട് നിവർത്തീകരണം ഉണ്ടോ. ഒരു ഭാഗിക നിവർത്തീകരണമെങ്കിലും എൻ്റെ കൺമുൻപിൽ കാണുവാൻ ദൈവം എനിക്ക് കൃപ തന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിറപ്പകിട്ടുള്ള 4 കുതിരകളെ ലോകത്തിൻ്റെ 5 വൻകരകളിലും പ്രസൻറ്റ് ചെയ്യുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നിട്ടുണ്ട്. ഈ ചർച്ചിൽ വിശദമായി പഠിച്ചതാണ്. അതിൽ കാണുന്ന ആ 4 നിറങ്ങളുണ്ടല്ലോ, വെള്ള, ചുവപ്പ്, കുരാൽ, പച്ച, മഞ്ഞ. ഈ മഞ്ഞ എന്നാണ് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്, പച്ച എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. ഈ നിറങ്ങൾ, ആ നിറം ഒന്ന് ശ്രദ്ധിച്ചോണം. ഈ കാണുന്ന ഫ്ലാഗുകളിൽ ആ നിറമാണെന്നൊന്ന് കണ്ടു. ലോകരാജ്യങ്ങൾ ലോകത്തിൽ ചേരേണ്ട രാജ്യങ്ങൾ ആ നിറത്തിലേക്ക് മാറുകയാണ്. ലോകമഹായുദ്ധം ആരംഭിക്കുന്നതിന് മുന്നമേ എതിർ ക്രിസ്തു എഴുന്നേറ്റ് വരണം. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ എതിർ ക്രിസ്തുവിനെ കുറിച്ച് കാണാം. ഇവൻ എഴുന്നേറ്റ് വരണം. എതിർ ക്രിസ്തു എഴുന്നേറ്റ് വരണമെങ്കിൽ മനുഷ്യൻ്റെ മനസാക്ഷി ഇല്ലാത്ത നിഷ്ഠൂരമായ കൊലപാതകങ്ങളിലേക്ക് മാറിയേ മതിയാകും. അതിന് സാധാരണ മനുഷ്യനെ കൊള്ളുകയില്ല. അല്ലെങ്കിൽ നമുക്കൊക്കെ ഒരളവിൽ മനസാക്ഷിയും മനസ്സിനകത്തൊരു ഫീലിംഗും ഉള്ളതുകൊണ്ട് അതില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ജനനം കൊടുക്കുവാൻ ചൈൽഡ് ഇൻഡസ്ട്രി ഭൂമിയിൽ സ്റ്റാർട്ട് ചെയ്തു എന്ന് മറക്കണ്ട. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ലവംഗം, ഏലം, ധൂപവർഗം, മൂറ്, കുന്തിരുക്കം, വീഞ്ഞ്, എണ്ണ, നേര്യമാവ്, കോതമ്പ്, കന്നുകാലി, ആട്, കുതിര, രഥം, മനുഷ്യദേഹം, മനുഷ്യപ്രാണൻ. ഓർത്തോണം, ചന്തയിൽ വിൽക്കാൻ വെച്ചിരിക്കുന്നതാ. മനുഷ്യദേഹം, മനുഷ്യ പ്രാണൻ എന്നീ ചരക്കിനി ആരും വാങ്ങായികയാൽ അവളെ ചൊല്ലി കരഞ്ഞു ദുഃഖിക്കുന്നു. നീ കൊതിച്ചത് തന്നെ നീ കായ്ച്ചു. ഈ ചൈൽഡ് ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്തതിനെ തുടർന്ന്, ഇത് തുടങ്ങിയതേ ഉള്ളൂ, മുന്നോട്ട് വന്നില്ല. ഇത് സ്റ്റാർട്ട് ചെയ്തതിനെ തുടർന്ന് മനസാക്ഷിയില്ലാത്ത മനുഷ്യരെ സൃഷ്ടിക്കുവാൻ മനുഷ്യന് കഴിയും. അവരെ മാത്രമേ യുദ്ധരംഗത്ത് നിർത്താനൊക്കത്തുള്ളൂ. കാര്യം മനുഷ്യൻ്റെ 6-ൽ 1 6-ൽ 5 ചത്തു തീരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. മറക്കരുത്. ഞാൻ ഇവിടെ നിന്ന് മാറുകയാണ്. ചൈൽഡ് ഇൻഡസ്ട്രി തുടങ്ങുന്നത് എങ്ങനെ, ഏത് തോതിലൊക്കെ പോകാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും ഇവിടെ കാണിച്ചതാണ്. ഞാൻ ഒത്തിരി വേഗത്തിൽ മുന്നോട്ട് പോകുകയാണ്. ഈ സമയത്താണ് എതിർ ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത ആകാശത്തിൽ നടക്കണം. അത് തന്നെ ഭൂമിയിൽ നടക്കണം. അത് ചേർന്ന് പണ്ടുണ്ടായിരുന്ന 4-5 രാജ്യങ്ങളുടെ പ്ലസ് പോയിൻറ്റ്സ് എല്ലാം കൂടെ ചേർത്ത് ഒരു മഹാബിംബം ഉണ്ടാകണം. അതിനെ ജീവികളുടെ രൂപത്തിലും കാണിക്കുന്നുണ്ട്. ഞാൻ അവിടുന്ന് മാറിക്കോട്ടെ. വൺ വേൾഡ് കറൻസി, ഒത്തിരി കാര്യങ്ങൾ. 3-ാം ലോക മഹായുദ്ധത്തിൻ്റെ ആരംഭം ഞാൻ ഇന്നത് എടുക്കുന്നതിൽ ഒരു പാട്ടുപാടി നിർത്താൻ ആഗ്രഹിക്കുകയാണ്. 3-ാം ലോക മഹായുദ്ധത്തിൻ്റെ ആരംഭത്തെങ്കിൽ ഇസ്രയേലും അതിനനുകൂലമായി ബ്രിട്ടൻ്റെ സഹകാരികളും നിൽക്കും. 2-ാം ഭാഗം മറുവശത്ത് റഷ്യ എഴുന്നേറ്റ് വരും. അതിൻ്റെ കൂടെ ഒരു ജനവിഭാഗം കാണും. യുക്രൈൻ വാർ നടക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ചുകൂടെ തുടങ്ങിയപ്പോൾ ഒന്ന് വിശദീകരിച്ചതാണ്. ഇതിൻ്റെ 2-ാം ഭാഗത്ത് ഭൂമിയിലുള്ള സകല ജാതികളും ഒരുമിച്ച് ഇസ്രയേലിനെതിരെ നിൽക്കും. ഇത് സംഭവിക്കേണ്ടതിനാണ് ഈ വർഷം അമേരിക്കൻ ഇലക്ഷനും നടക്കുന്നത്. ഇറ്റ്സ് എൻ ഇയർ ഓഫ് ഇലക്ഷൻസ്. ഈ വർഷം ഏതാണ്ട് 60-70 എണ്ണമാണ് ഞാൻ മുമ്പേ അങ്ങോട്ട് കാണിച്ചത്. ഈ വർഷം നടക്കുന്ന ഇലക്ഷൻസ്. ഈ വർഷം തന്നെ അമേരിക്കൻ പ്രസിഡന്റും ഇലക്ട് ചെയ്യപ്പെടുകയാണ്. കാര്യം ഒരു 3-ാം ഗവൺമെൻറ് ഉണ്ടാകണമെങ്കിൽ, വൺ വേൾഡ് ഗവൺമെൻറ് ഉണ്ടാകണമെങ്കിൽ ഇതെല്ലാം നടന്നേ മതിയാകുള്ളൂ. ആറ്റമിക് വെപ്പൺസ് ഉപയോഗിക്കും, കെമിക്കൽ വെപ്പൺസ് ഉപയോഗിക്കും, ബയോളജിക്കൽ വെപ്പൺസ് ഉപയോഗിക്കും, വേറെയും വെപ്പൺസ് ഉപയോഗിക്കും. ഒരുപാടുണ്ട്. പക്ഷേ ഈ യുദ്ധം കഴിയുന്നതോടുകൂടെ മശിഹ രാജാവായി അവരോധിക്കപ്പെടും. ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല. എൻ്റെ തലമുറ 1948 കണ്ട എൻ്റെ തലമുറ
എന്നേക്കാൾ പ്രായം കുറഞ്ഞവരുടെ കാര്യം വിട്. 1948 കണ്ട എൻ്റെ തലമുറ ഒഴിഞ്ഞു പോകുന്നതിന് മുന്നമേ ഇതൊക്കെയും സംഭവിക്കണം. ഈ തലമുറയുടെ ചില പ്രത്യേകതകൾ, കാത്തിരിക്കുന്ന, ഈഗർലി വെയിറ്റ് ചെയ്യുന്ന ഒരു ജനത സമൂഹമുണ്ട്. ഇസ്രയേൽ മാത്രമല്ല, അത്തി മുതലായ വൃക്ഷങ്ങൾ തളിർക്കുക എന്നാണ് പറഞ്ഞത്. ഇസ്രയേൽ തളിർത്തതോടുകൂടെ ലോകത്തിൽ 186 രാജ്യങ്ങളാണ് ജനിച്ചത്. ഇസ്രയേൽ മാത്രമല്ല, അത്തി മുതലായ വൃക്ഷങ്ങൾ, ഇന്ത്യയും പാകിസ്ഥാനും ആ കൂട്ടത്തിൽ പെടുന്നതാണ്. 186 രാജ്യങ്ങളാണ് ആ കാലഘട്ടങ്ങളിൽ ജനിച്ചിരുന്നത്. ഇന്ന് ഇസ്രയേൽ ഒന്നിനും പിൻപിലല്ല. പോട്ടെ, ഈ തലമുറയുടെ പ്രത്യേകത പീഡകളുള്ള തലമുറ. യോഹന്നാന്റെ സുവിശേഷം 16:1 മുതൽ 4 വരെ, നിങ്ങൾ ഇടറിപ്പോകരുത്, നിങ്ങളെ കൊല്ലുന്നവൻ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്നുള്ള നാഴിക വരുന്നു. അതെ, നാം ആ നാഴികയിൽ വന്നിരിക്കുക. ഈ തലമുറ പീഡകൾ കാണുന്ന തലമുറയാണ്. പേഴ്സിക്യൂട്ടഡ് ജനറേഷൻ, പീഡകൾ ഉണ്ടാകുന്ന എൻ്റെ തലമുറ. ഞാൻ മുന്നോട്ട് മാറട്ടെ. കർത്താവായ യേശു പറഞ്ഞൊരു പദമാണിത്. മത്തായിയുടെ സുവിശേഷം 10:23. എന്നാൽ ഒരു പട്ടണത്തിൽ നിങ്ങളെ ഉപദ്രവിച്ചാൽ മറ്റൊന്നിലേക്ക് ഓടിപ്പോകുവിൻ. ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ആലോചിച്ചു, ചർച്ചയായിട്ട് പറഞ്ഞു, നടന്നില്ല. ചർച്ച് കമ്മിറ്റിയോട് പറഞ്ഞു, നടന്നില്ല. ദാറ്റ് ഈസ് ഡിഫറെൻറ്റ്. ഈ വാക്യത്തെ ഒക്കെ ആസ്വദിച്ച് പലതും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചു. ജ്ഞാനം വർദ്ധിപ്പിക്കുന്ന തലമുറയാണിത്. ഞാനിങ്ങനെ മുന്നോട്ട് മാറിക്കോട്ടെ, ഇവിടെയെങ്കിലും എനിക്ക് നിർത്താൻ നേരമില്ല. AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ തലമുറയാണിത്. ഇതെല്ലാം മാറുകയാണ്. സകലതും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആകയാൽ ഈ സംഭവിപ്പാനുള്ളത് എല്ലാറ്റിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. ഞാനിവിടെ മുമ്പേ പറഞ്ഞ പാട്ട് ഒന്നുകൂടെ പാടാനായിട്ട് ശ്രമിക്കുക. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് 6 മിനിറ്റ് നമുക്കിതിനോട് ചേർന്ന് കഴിയുമെങ്കിൽ പാടാൻ ശ്രമിക്കും. മോനെ, സൗണ്ടില്ല. യോഹന്നാൻ വെളിപ്പാടിൽ കണ്ടപ്പോൾ മേഘരൂഢനാ, വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ, വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ. ലക്ഷോപലക്ഷം ദൂതസേവിത, ലക്ഷോപലക്ഷം ദൂതസേവിതേ. യോഹന്നാൻ വെളിപ്പാടിൽ കണ്ടപ്പോൾ മേഘരൂഢനാ, വാനിൽ വാനിൽ യോഹന്നാൻ വെളിപ്പാടിൽ കണ്ടപ്പോൾ ലക്ഷോപലക്ഷം ദൂതസേവിതാനിത, ലക്ഷോപലക്ഷം ദൂതസേവിതാനിത. യോഹന്നാൻ വെളിപ്പാടിൽ കണ്ടപ്പോൾ മേഘരൂഢനാ, വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ, വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ. ലക്ഷോപലക്ഷം ദൂതസേവിതാനിത, ലക്ഷോപലക്ഷം ദൂതസേവിതാനിത. യോഹന്നാൻ വെളിപ്പാടിൽ കണ്ടപ്പോൾ മേഘരൂഢനാ, വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ, വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ. തുറക്കപ്പെട്ട കിഴക്കേ വാതിലിലൂടെ, തുറക്കപ്പെട്ട കിഴക്കേ വാതിലിലൂടെ സകല വിശുദ്ധ ദൂത സംഘ പരിവാരങ്ങളുടെ വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ, വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ. കെരൂബുകൾ സറാഫുകൾ. കരിക്കൂ. വർഷിപ്പ് ടീം ദയവായി പോയിട്ട് ബാക്കി ഭാഗങ്ങൾ എടുക്കാം. തുടർന്ന് സ്തോത്ര കാഴ്ച എടുത്തുകൊണ്ടിരിക്കുകയാണ്. വർഷിപ്പ് ടീം ദയവായി കയറി ടേക്ക് ഓവർ ചെയ്യുവാൻ അപേക്ഷിക്കുന്നു.